Meet the editors. UDFിന്റെ പടുകൂറ്റൻ സുനാമിയിൽ ഒലിച്ചുപോയത് LDFിന്റെ കോട്ടകൊത്തളങ്ങളാണ്. നമുക്കിന്ന് വളരെ വേഗം പരിശോധിച്ചു വന്നാൽ നോക്കൂ, ഉദുമയിൽ CPM പരാജയപ്പെടുമെന്ന് പ്രേക്ഷകർ ആരെങ്കിലും കരുതിയിരുന്നോ? പയ്യന്നൂരിൽ ഒരുപക്ഷെ 25,000 വോട്ടിനെങ്കിലും ടി മധുസൂദനൻ വിജയിച്ചു കയറുമെന്നാണ് അവസാന നിമിഷവും CPMലെയും ഒരുപക്ഷെ UDFിലെ പോലും നേതാക്കൾ കരുതിയത്. തളിപ്പറമ്പിൽ 22,000 എന്ന ഭൂരിപക്ഷം കുറയ്ക്കുമെന്നാണ് കരുതിയത്. ബാലുശ്ശേരി പോലെയൊരു മണ്ഡലം, കോട്ട പോലെ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് CPMന് നഷ്ടമാകുന്നത്? പേരാമ്പ്ര, നാദാപുരം, അമ്പലപ്പുഴ, ഏറ്റുമാനൂർ, വൈക്കം പോലൊരു മണ്ഡലം എങ്ങനെയാണ് മധ്യ കേരളത്തിൽ ഇടതുമുന്നണിയുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നത്? ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തോക്കുന്നത്, ഉടുമ്പൻചോളിയിൽ MMMണിലെ 32,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് സേനാപതി വേണു ഉടുമ്പൻചോളിയിൽ ജയിക്കുന്നത്? പീരുവേട് എങ്ങനെയാണ് സിറീക് തോമസ് വിജയിക്കുന്നത്? കോങ്ങാട് പോലുള്ള മണ്ഡലത്തിൽ എങ്ങനെയാണ് K തുളസി വിജയിക്കുന്നത്? എലത്തൂർ പോലെയൊരു അടിയുറച്ച ഇടതു മണ്ഡലത്തിൽ എങ്ങനെയാണ് വിദ്യാ ബാലകൃഷ്ണൻ എന്ന ഒരു പുതുമുഖ സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്നത്? കുന്നത്തൂർ പോലുള്ള മണ്ഡലം നഷ്ടപ്പെടുന്നത്? ഇരവിപുരം പോലെ കൊല്ലത്തിന്റെ തീരദേശ മേഖലയിൽ എങ്ങനെയാണ് നൗഷാദിന് അടിതെറ്റുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, അടിച്ചതൊരു പ്രളയമോ അടിച്ചതൊരു സാധാ തിരമാലയോ ആയിരുന്നില്ല, പകരം അതൊരു വേലിയേറ്റം പോലും ആയിരുന്നില്ല, അതൊരു സുനാമി ആയിരുന്നു. നോക്കൂ, പയ്യന്നൂരിൽ എത്രയായിരുന്നു ഭൂരിപക്ഷം എന്നറിയുമ്പോഴാണ് അതിൻ്റെ നടുക്കം നമുക്ക് മനസ്സിലാവുക. TI മധുസൂദനൻ 2021 1,00,000 വോട്ടുകൾക്ക് വിജയിച്ചു കയറിയ മണ്ഡലമാണ് പയ്യന്നൂർ. ആ പയ്യന്നൂർ മണ്ഡലത്തിലാണ് V കുഞ്ഞികൃഷ്ണൻ എന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് അണികൾ നേതൃത്വത്തെ തിരുത്തുമെന്ന പുസ്തകം എഴുതി രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിഷയമുയർത്തി പുറത്തു വന്ന V കുഞ്ഞികൃഷ്ണൻ 7,487 വോട്ടുകൾക്ക് വിജയിച്ചു കയറുന്നത്. ഓർമ്മിക്കണം, പയ്യന്നൂർ പാർട്ടിയുടെ കോട്ടയാണ്. ആ കോട്ടയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വന്ന V കുഞ്ഞികൃഷ്ണൻ UDFിന്റെ സ്വതന്ത്രനായി 1,00,000 വോട്ടുകൾക്ക് T മധുസൂദനൻ വിജയിച്ചയിടത്ത് 7,487 വോട്ടുകൾക്ക് വിജയിക്കുന്നു. ഇനി തളിപ്പറമ്പിലേക്ക് വന്നാൽ, കഴിഞ്ഞ തവണ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് 22,688 വോട്ടുകൾക്ക് വിജയിച്ച അതേ തളിപ്പറമ്പിൽ ഇക്കുറി പാർട്ടി വിമതനായി മത്സരിച്ച TK ഗോവിന്ദൻ 12,425 വോട്ടുകൾക്ക് PK ശ്യാമളയെ MV ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയെ പരാജയപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ബാലുശ്ശേരിയിൽ കഴിഞ്ഞ തവണ സച്ചിൻ ദേവ് 20,372 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയെടുത്ത് ഇക്കുറി VT സൂരജ് 16,980 വോട്ടുകൾക്കാണ് വിജയിച്ചു കയറുന്നത്. ഇനി ഉദുമയിലേക്ക് എത്തിയാൽ, ഉദുമ CH കുഞ്ഞമ്മുവിന്റെ കോട്ടയാണ്, CPMന്റെ കോട്ടയാണ്. 13,322 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള CH കുഞ്ഞമ്മുവിന്റെ ഉദുമ 30 വർഷമായി CPM മാത്രം ഭരിച്ച 3 പതിറ്റാണ്ട് CPM മാത്രം ഭരിക്കുന്ന ഈ ഉദുമയിൽ ഇത്തവണ നീലകണ്ഠൻ വിജയിച്ചത് 4,847 വോട്ടുകൾക്കാണ് എന്നുള്ളതാണ്. ഞാനൊരു പേരാമ്പ്രയിലേക്ക് എത്തിയാൽ, പേരാമ്പ്രയിൽ 46 വർഷമായി 4.5 പതിറ്റാണ്ടായി CPM മാത്രം ഭരിക്കുന്ന പേരാമ്പ്ര മണ്ഡലത്തിൽ TP രാമകൃഷ്ണൻ എന്ന LDFിന്റെ കരുത്തനായ കൺവീനർ TP രാമകൃഷ്ണൻ 22,592 വോട്ടുകൾക്ക് വിജയിച്ചെടുത്ത് ഇത്തവണ ഫാത്തിമ തഹ്ലിയ എന്ന പുതുമുഖം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി, യൂത്ത് ലീഗിന്റെ സ്ഥാനാർത്ഥി 5,087 വോട്ടുകൾക്ക് വിജയിച്ചു കയറുന്നത് എങ്ങനെയാണ്? നാദാപുരം പോലൊരു മണ്ഡലത്തിൽ നോക്കൂ, 69 വർഷമായി ഏറ്റവും കൂടുതൽ ചരിത്രമുള്ളത്. നാദാപുരത്ത് മറ്റൊരു സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല തന്നെ 69 വർഷത്തിനിടയ്ക്ക്. 69 വർഷം, ഏകദേശം 7 പതിറ്റാണ്ട് ഇടതുകോട്ടയായി നിൽക്കുന്ന നാദാപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷവും ഭൂരിപക്ഷം കുറവായിരുന്നു, പക്ഷേ അപ്പോഴും ഇടതുകോട്ടയായി തന്നെ നാദാപുരം EK വിജയനെ 4,035 വോട്ടിന് വിജയിപ്പിച്ച നാദാപുരം ഇക്കുറി 23,600 വോട്ടുകൾക്കാണ് KM അഭിജിത്തിനെ വിജയിപ്പിക്കുന്നത് എന്നതറിയുമ്പോഴാണ് കോട്ടയുടെ വീഴ്ച എത്ര ആഘാതമാണെന്ന് അറിയുന്നത്. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ പ്രത്യേകത, 35 വർഷമായി 3.5 പതിറ്റാണ്ടായി CPMന്റെ കോട്ടയായിരുന്ന അമ്പലപ്പുഴയിൽ H സലാം 11,125 വോട്ട് നേടി വിജയിച്ചെടുത്ത് ഇത്തവണ CPMന്റെ G സുധാകരൻ 27,935 വോട്ടുകൾക്ക് വിജയിച്ചു കയറിയത് എങ്ങനെയാണ്? ഏറ്റുമാനൂരിൽ 15 വർഷമായി CPMന്റെ കയ്യിലിരിക്കുന്ന VN വാസവൻ എന്ന ഈ മന്ത്രിസഭയിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായ VN വാസവന് 14,303 വോട്ട് കൊടുത്ത ഏറ്റുമാനൂർ ഇക്കുറി നാട്ടകം സുരേഷിന് 19,782 വോട്ട് കൊടുത്ത് കോൺഗ്രസിലേക്ക് അടുപ്പിച്ചത് എങ്ങനെയാണ്? വൈക്കം മണ്ഡലം വളരെ പ്രധാനപ്പെട്ടതാണ്. 59 വർഷമായി ഇടത് കോട്ടയായി നിൽക്കുന്ന CPIയുടെ കോട്ടയായി നിൽക്കുന്ന വൈക്കം മണ്ഡലത്തിൽ 30,000-ത്തിനടുത്ത് വോട്ടാണ് CK ആശ കഴിഞ്ഞ തവണ നേടുന്നത്, 29,122. ഇത്തവണ അത് 1,360 വോട്ടുകൾക്ക് K ബിനിമോൻ പിടിക്കുന്നു UDFിൻ്റേത്. വൈക്കം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? ഇടുക്കി മണ്ഡലം റോഷി അഗസ്റ്റിനോടൊപ്പം നിന്ന മണ്ഡലമാണ്. കേരള കോൺഗ്രസ് കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി 25 വർഷമായി കേരള കോൺഗ്രസ് എമ്മിനോടൊപ്പം നിൽക്കുന്ന മണ്ഡലത്തിൽ റോഷി അഗസ്റ്റിന് 5,573 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചെടുത്താണ് അതേ റോഷി അഗസ്റ്റിനെ റോയ് K പൗലോസ് എന്ന കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് 23,822 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുന്നത്. ഉടുമ്പൻചോലയിൽ കഴിഞ്ഞ തവണ
25 വർഷമായി CPM-ന്റെ മണ്ഡലമായ ഉടുമ്പൻചോലയിൽ 38,305 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ MM മണി ജയിച്ച മണ്ഡലം സേനാപതി വേണു 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്നു എന്നുള്ളതും കാരണം. ഇനി പീരുമേട്ടിലേക്ക് എത്തിയാൽ പീരുമേട്ടിൽ 2006 മുതൽ CPI-യുടെ കോട്ടയായ പീരുമേട്ടിൽ കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷമാണെങ്കിൽ പോലും വാഴൂർ സോമൻ വിജയിച്ചു കയറിയ മണ്ഡലത്തിൽ സിറീക് തോമസ് ഇത്തവണ 27,634 വോട്ടുകൾക്ക് മൂന്നാം ഊഴത്തിൽ വിജയിച്ചു കയറിയത് എങ്ങനെയാണ്? കോങ്ങാട് പോലൊരു മണ്ഡലത്തിൽ KA തുളസി 15 വർഷമായി CPM-ന്റെ മണ്ഡലമായ കോങ്ങാട്ട് K ശാന്തകുമാരി 27,219 വോട്ട് നേടി ജയിച്ചെടുത്ത് 3,706 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ KA തുളസി വിജയിച്ചു കയറിയത് എങ്ങനെയാണ്? എലത്തൂർ മണ്ഡലം നോക്കൂ, ഞെട്ടിച്ച മണ്ഡലം എലത്തൂരാണ്. 2011 മുതൽ AK ശശീന്ദ്രന് 38,502 വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്ത ഏലത്തൂരിൽ 12,162 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിദ്യാബാലകൃഷ്ണൻ ജയിച്ചത് എങ്ങനെയാണ്? കുന്നത്തൂർ പോലൊരു മണ്ഡലം 1987 മുതൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കോവൂർ കുഞ്ഞുമോൻ കഴിഞ്ഞ തവണ 3,009 വോട്ടിന് വിജയിച്ച മണ്ഡലത്തിൽ ഉല്ലാസ് കോവൂർ 1,00,000 വോട്ടുകൾക്ക് വിജയിച്ചു കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇരവിപുരത്തേക്ക് എത്തിയാൽ കൊല്ലത്ത് 20 വർഷമായി CPM-ന്റെ കോട്ടയായ ഇരവിപുരത്തെ നൌഷാദിന്റെ 28,121 ഭൂരിപക്ഷം കൊടുത്ത ഇരവിപുരം മണ്ഡലം RSPയുടെ വിഷ്ണു മോഹന് ഭൂരിപക്ഷം 88,003 വോട്ട് കൊടുത്തത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ക്ഷമിക്കണം, 8,803-ന്റെ ഭൂരിപക്ഷം എങ്ങനെ കൊടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എല്ലാ ഇടതു കോട്ടകളെയും കീഴടക്കിക്കൊണ്ടാണ് ഈ UDF-ന്റെ സുനാമി അടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതങ്ങ് ഉദുമയിൽ നിന്ന് തുടങ്ങി ഇങ്ങ് തിരുവനന്തപുരം, കൊല്ലത്ത്, ചടയമംഗലം വരെ നീളുന്ന, ഇരവിപുരം വരെ നീളുന്ന ഒരു വലിയ സുനാമി. വാമനപുരം അടക്കം ഒലിച്ചുപോയി എന്നുള്ളതാണ്. വാമനപുരം മണ്ഡലമൊന്നും സാധാരണ രീതിയിൽ ഇടതുകോട്ടയെ DK മുരളിയുടെ വാമനപുരം മണ്ഡലമൊന്നും അത്ര എളുപ്പത്തിൽ മറിയുന്നതല്ല. അങ്ങനെ വന്നാൽ അതിൻ്റെ അർത്ഥം ഒരു വലിയ സുനാമിയായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സ്മൃതി, കോട്ടകൾ എല്ലാം ഒന്നൊഴിയാതെ ഉലഞ്ഞുപോയി, പലതും തകർന്നടിയുകയായിരുന്നു. ഉറപ്പായിട്ടും അതെ. കോട്ടകൾ തകർന്നടിയുന്നു എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ 59 വർഷമായിട്ടും കോൺഗ്രസിന് കടന്നു കയറാൻ പറ്റാത്ത ഇടങ്ങൾ, ചിലയിടത്ത് 20 വർഷമായിട്ട് കടന്നു കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, ചിലയിടത്ത് ഒരിക്കൽ പോലും കോൺഗ്രസിന് വിജയിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ, ഇവിടെയൊക്കെ തന്നെയും കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളത് കൃത്യമായ സൂചനയാണ് എന്നുള്ളതാണ്. അത് എത്രത്തോളം മനസ്സിലാക്കുന്നു? നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞു, പരാജയപ്പെട്ടാൽ വനവാസം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പരിഹസിക്കുന്ന പ്രതികരണങ്ങൾ ഒരുപാടുണ്ടായി. യഥാർത്ഥത്തിൽ ഈ വനവാസം എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തിൽ നിന്നാണ്, ആ വിജയം സാധ്യമാകുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ നിന്നാണ് ആ പ്രതികരണം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ 2025-ൽ യോഗം ചേർന്നു, KPCC-യുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിരുന്ന സമയത്ത് അന്ന് 63 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്, അതാണ് നമുക്ക് വിജയം തേടിത്തരിക എന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു. അന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. അങ്ങനെ 63 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചപ്പോൾ ഇപ്പോൾ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് 63. 2001-ലെ അതേ പാറ്റേണിലേക്ക് വിജയം കൈവരിക്കുക എന്ന ഒരു ശ്രമം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികളാണ് മുന്നോട്ട് വെച്ചത്. അതിനനുസരിച്ചുള്ള വിജയമുണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞിരുന്നു 1 ഡസനിലധികം മന്ത്രിമാർ പരാജയപ്പെടുമെന്ന്. അത് 13 മന്ത്രിമാർ എന്ന കണക്കിലേക്ക് അവിടെ എത്തുകയാണ്. അപ്പോൾ എന്താണോ തിരഞ്ഞെടുപ്പ് പ്ലാനുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വച്ചിരുന്നത്, ആ രൂപത്തിൽ തന്നെ അത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പുറത്ത് ലീഗിൻ്റെ നേതൃത്വവും നൽകിയിരിക്കുന്ന ആ ഒരു പിന്തുണയും മുന്നണി ഒരുമിച്ച് നീങ്ങിയ ആ ഒരു രീതിയുമെല്ലാം തന്നെ അത് ഏറ്റവും അധികം അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പലപ്പോഴായി എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ വന്നിരുന്ന വിഷയങ്ങളെന്നതും ഏറ്റവും പ്രധാനമാണ്. ഇവിടെ ഭരണപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ 10 വർഷമായിട്ടേ ഉള്ളൂ കേരളം ഉണ്ടായിട്ട് എന്ന രൂപത്തിലാണ് പ്രചാരണം കൊണ്ടുവരുന്നത്. 10 വർഷം ഇവിടെ സ്വർഗമാക്കി കേരളത്തെ എന്ന് പറയുകയും അതിനു മുമ്പുള്ള 5 വർഷത്തെ അങ്ങേയറ്റം മോശമായി അവതരിപ്പിക്കാൻ ശ്രമം, ഇരുണ്ട കാലം എന്ന് പറയുക, അന്ന് മരിച്ചുപോയ മന്ത്രിമാരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഇനി ഇവർ തിരിച്ചു വരരുതേ എന്ന പ്രചാരണം നടത്തുക, അങ്ങേയറ്റം PR പരിപാടികൾ കൊണ്ട് വിജയിക്കാനാകും, എല്ലായിടത്തും PR സംവിധാനങ്ങൾ, എല്ലാ തരത്തിലും PR സംവിധാനങ്ങൾ, അതിന് ലക്ഷങ്ങൾ ചിലവഴിക്കുക, 100 മീറ്റർ നീങ്ങുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ വലിയ ഹോർഡിങ്ങുകൾ മുഖ്യമന്ത്രിയുടെ പടം വെച്ച്
മറ്റാരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന ധാർഷ്ട്യത്തോടെയുള്ള ചോദ്യമായിട്ടാണ് അത് ജനം കേട്ടത് എന്നുള്ളതാണ്. അതിൽ ഒരു വിനയമുണ്ടായിരുന്നു എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. അപ്പോൾ അതവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. അപ്രതീക്ഷിത വിജയമായിട്ട് ഡോക്ടർ അരുൺ അതിനെ കാണുമ്പോഴും ഞാൻ ഇതിൽ നേരത്തെ നമ്മുടെ ചർച്ചകളിൽ എത്ര സീറ്റുകൾ എന്നുള്ള പ്രവചനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു 90 കടക്കും എന്നുള്ളത്. ആ 90 എന്നുള്ളത് 100 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 90 കടക്കും എന്നുള്ളത് എൻ്റെ ഒരു ബോധ്യമായിരുന്നു. ആ ബോധ്യം എന്നുള്ളത് ഇവിടെ ഭരണവിരുദ്ധ വികാരം ശക്തമായുണ്ട്. നോക്കൂ, ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ടിൻ്റെ ഏകീകരണം ഉണ്ടാകും എന്നുള്ളതാണ്. ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകും എന്ന് പറഞ്ഞെടുത്ത് യഥാർത്ഥത്തിൽ ജനപക്ഷ ഏകീകരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ന്യൂനപക്ഷ ഏകീകരണം എന്നൊരു വാചകം പ്രയോഗിക്കാൻ യഥാർത്ഥത്തിൽ CPM-ന് സാധിക്കില്ല. അങ്ങനെ ഒരു ഏകീകരണമേ അല്ല, ജനപക്ഷ ഏകീകരണമാണ്. അത് ജനാധിപത്യ ബോധമുള്ള യഥാർത്ഥത്തിൽ സഖാക്കൾ തന്നെയാണ് ഈ ഇടതുപക്ഷ സർക്കാരിനെ തിരുത്താനായി മുന്നോട്ട് വന്നിട്ടുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ അതിൽ കാണുന്നത്. ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന, യഥാർത്ഥ ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന, ഇടതുപക്ഷം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടം ഈ തിരുത്തലിൽ മുന്നോട്ട് വന്നിട്ട് ആ തിരുത്തലാണ് നമ്മൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ കാണുന്നത്. ഒരു ഘട്ടത്തിൽ ധർമ്മടത്ത് 6 റൗണ്ട് എണ്ണുന്നത് വരെ പിണറായി വിജയനെ വിറപ്പിക്കാൻ ഒരു കോൺഗ്രസിലെ ഒരു യുവ നേതാവിന് സാധിച്ചു എന്ന് പറയുമ്പോൾ അത് നൽകുന്ന സൂചന ചെറുതല്ല എന്നുള്ളതാണ്. ധർമ്മടത്തൊക്കെ കണ്ണും പൂട്ടി ജയിച്ചിരുന്ന കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നമുക്കറിയാമല്ലോ. ഇത്തവണത്തെ ഭൂരിപക്ഷം നോക്കൂ. അപ്പോൾ പയ്യന്നൂരിൽ അല്പം മുമ്പ് KC വേണുഗോപാൽ നമ്മുടെ ചർച്ചയിൽ തുടക്കത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ നിർത്തുന്ന ഒരു സന്ദേശം എന്ന നിലയ്ക്കാണ്, ഒരു മെസ്സേജ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഉയർത്തിയ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടാണ്. അത് എന്തായിരുന്നു ആ വിഷയം? അവിടെ ധനരാജ് ഫണ്ട്, രക്തസാക്ഷി ഫണ്ട് ദുരുപയോഗം നടന്നിരിക്കുന്നു. ആ ഫണ്ട് വകമാറ്റി വേറെ രൂപത്തിൽ നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള കണക്കെടുപ്പ് കുഞ്ഞികൃഷ്ണൻ നടത്തുന്നത്. കുഞ്ഞികൃഷ്ണനെ പാർട്ടി ഏൽപ്പിച്ച ചുമതലയായിരുന്നു. അദ്ദേഹം അതിന് ട്രഷറായിരുന്നു. അദ്ദേഹം ആ കണക്കുകൾ പരിശോധിച്ച് കൃത്യമായ കണക്കുകൾ നൽകുമ്പോൾ നഷ്ടപ്പെട്ട കണക്കുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പരിശോധിക്കേണ്ടേ എന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനോട് മിണ്ടാതിരിക്കുകയും കുറേ കാലം അതിന്മേൽ അടയിരിക്കുകയും ചെയ്തു. ഒരു ഗതികെട്ട അവസരത്തിൽ അത് പുറത്തേക്ക് പറയാൻ കുഞ്ഞികൃഷ്ണൻ തയ്യാറാവുകയാണ്. പിന്നീട് അദ്ദേഹം വിമതനാവുകയാണ്, പുറത്താക്കപ്പെടുകയാണ്. അതിനുശേഷം കുഞ്ഞികൃഷ്ണൻ ഈ മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ താൻ മത്സരിക്കില്ലായിരുന്നു എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മധുസൂദൻ എന്ന ആളെ തന്നെ ആ ഒരു വാശിക്ക് മധുസൂദൻ തന്നെ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി ചെയ്യുന്നു. അതൊക്കെ തന്നെയാണ് ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. അവിടെയാണ് കുഞ്ഞികൃഷ്ണന് വിജയമുണ്ടായിരിക്കുന്നത്. നോക്കൂ, നേതൃത്വത്തെ അണികൾ തിരുത്തും എന്നൊരു പുസ്തകം ആ ഘട്ടത്തിൽ അദ്ദേഹം പുറത്തേക്കിരിക്കുന്നു. ആ പുസ്തക പ്രകാശനം പോലും പോലീസ് സുരക്ഷയിലാണ് നടത്തിയിരുന്നത്. അതിനുശേഷം കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്നവരെ, കുഞ്ഞികൃഷ്ണന്റെ ബന്ധുക്കൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ, ഇതൊക്കെ നമ്മൾ പയ്യന്നൂരിൽ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു കോട്ടക്കൊത്തളമായ പയ്യന്നൂരിൽ ഉണ്ടായിരിക്കുന്ന തിരുത്ത്, അവിടെ സഖാക്കൾ ചെയ്തിരിക്കുന്ന തിരുത്താണ് നമ്മൾ അവിടെ കാണുന്നത്. തളിപ്പറമ്പിലും സമാനമാണ്. തനിക്ക് ശേഷം ഭാര്യ മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുമ്പോൾ ഭാര്യ അല്ലാതെ തന്നെ ഒരു പാർട്ടി നേതാവാണല്ലോ എന്ന വാദമൊക്കെ അവിടെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഭാര്യ ആയതുകൊണ്ട് തന്നെയാണ് അവിടെ നിർത്തിയത് എന്നാണ് അവിടുത്തെ സഖാക്കൾക്ക് ബോധ്യമായിരിക്കുന്നത്. അപ്പോൾ അതും ഒരു തിരുത്തലാവുകയാണ്. അവിടെയും പാർട്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വാർത്താസമ്മേളനം നടത്തി TK ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങളാണ് അവിടുത്തെ സഖാക്കൾ കേട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഒക്കെ ഉണ്ടായിരിക്കുന്നത്, ഇനി ഉദുമയിൽ ഉണ്ടായിരിക്കുന്ന വിജയം, ഇതങ്ങനെ പല സ്ഥലത്തായിട്ടുള്ള വിജയത്തെ ആ രൂപത്തിൽ തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പരാജയത്തിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് ഒരു തിരുത്തലിലേക്ക് എത്രത്തോളം നീങ്ങുന്നു എന്നുള്ള ചോദ്യമുണ്ട്. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു പ്രതികരണം M. സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് കേട്ടോ. M. സ്വരാജ് ഈ പറയുന്ന കുഞ്ഞികൃഷ്ണനെ വിളിച്ചത് കള്ളൻ എന്നാണ്. കണക്ക് ചോദിച്ച പഴയ നേതാവിനെ വിളിച്ചത് കള്ളൻ എന്നാണ്. അപ്പോൾ ആ കള്ളൻ എന്ന വിളിക്ക് കൂടിയാണ് ജനം മറുപടി നൽകിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇതാണ് കേട്ടോ. ഒരു മിനിറ്റ്. അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് അനർഹമായ പരാജയം എന്നുള്ളതാണ്. അനർഹമായ പരാജയം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അനർഹമായ പരാജയം എന്ന് പറയുമ്പോൾ ജനത്തിന് പിഴവ് പറ്റി എന്നൊരു വിലയിരുത്തലേക്ക് കൂടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഏറ്റവും ഒരു മിനിറ്റ്. അനർഹമായ ഒരു പരാജയം എന്ന് വിശേഷിപ്പിക്കും. 2 തവണ ഇവർ ഭരിച്ചല്ലോ, ഇനി ഒരു തവണ അവർ ഭരിക്കട്ടെ എന്ന തികച്ചും ഉദാസീനവും അരാഷ്ട്രീയവുമായ ചിന്ത വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകും. അപ്പോൾ വോട്ടർമാരെ, ജനങ്ങളെ എത്രത്തോളം വില കുറച്ചു കാണുന്നു എന്ന് നോക്കൂ. അപ്പോൾ ജനങ്ങൾ ബുദ്ധിശൂന്യരാണ്. ജനങ്ങൾക്ക് ഒരു ഉദാസീനത വന്നിരിക്കുകയാണ്. 10 വർഷം നല്ല സ്വർഗത്തിൽ നിന്ന ശേഷം ഒരു ഉദാസീനത വരികയാണ്. ഇനി ബാക്കിയുള്ളവരൊന്നും നോക്കിക്കോട്ടെ, അവരൊരു കൈ നോക്കട്ടെ എന്ന ഉദാസീന ഭാവത്തിൽ വോട്ട് ചെയ്തു എന്ന് പറയുന്നത് എന്തുതരം വിലയിരുത്തലാണ് എന്ന് ഞാൻ അത്ഭുതത്തോട് കാണുകയാണ്. അപ്പോൾ 10 കൊല്ലം മുമ്പുള്ള കേരളം പലരും മറന്നു പോയിട്ടുണ്ടാവാം. അതായത് ഈ ഇരുണ്ട കാലം എന്ന് പറഞ്ഞ ആ പ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം സ്വരാജിന്റെ ആ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ തങ്ങൾ പരാജയപ്പെട്ടാൽ കേരള ജനത ഉദാസീനരും അരാഷ്ട്രീയവുമായി ചിന്തിക്കുന്നവരാണെന്ന് വിശേഷിപ്പിക്കുന്നത്
ശരിയാണോ എന്നുള്ളതാണ്. എം വി ഗോവിന്ദന്റെ പ്രതികരണം പാഠം പഠിക്കുമെന്നാണ്. അപ്പോൾ എന്ത് പാഠം എവിടെ നിന്ന് പഠിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പുറത്ത് മുസ്ലിം ലീഗ് 27 മത്സരിച്ചെടുത്ത് 22 വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വനിതാ MLA നൽകുന്നു എന്നുള്ളതും ഒക്കെ ശുഭോദാർക്കമായ കാര്യമാണ്. മാത്രമല്ല കൂടുതൽ വനിതകൾ പ്രതിപക്ഷത്തു നിന്നും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ തന്നെ എത്ര പേരെ മന്ത്രിയാക്കും, എത്ര വനിതാ മന്ത്രിമാരുണ്ടാകും എന്നൊക്കെയുള്ള ഒരു കൗതുകമായി അവിടെ നിൽക്കുന്നപ്പോൾ ഒരു ബദൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് നടത്തിയ നവയുഗയാത്ര ആ ബദൽ നടപ്പാക്കുമോ എന്നുള്ള കാര്യം ജനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കും കേട്ടോ. നിങ്ങൾ ബദലായി വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ നൽകിയ വോട്ട് 102 ഉയർത്തിയിരിക്കുന്ന ഭൂരിപക്ഷം എന്നുള്ളത്, അതിൽ നിങ്ങൾ കൃത്യമായി പ്രതികരിച്ചില്ലെങ്കിൽ, നിങ്ങൾ അത് കൃത്യമായി നടപ്പാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കും മറുപടി നൽകും ജനം എന്നുള്ളതാണ്. അപ്പോൾ ജനം എല്ലാ തവണയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഭരണത്തെ എന്നുള്ളതാണ്. 2021 കോവിഡ് കാലത്തുണ്ടായ ഒരു വിജയത്തെ ഏത് രീതിയിലാണ് ആഘോഷിച്ചത്, എത്രത്തോളം ധാർഷ്ട്യത്തോടു കൂടിയാണ് അതിനെ കണ്ടത് എന്നതിനുള്ള മറുപടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പാഠം പഠിച്ചാൽ അവർക്ക് കൊള്ളാം. പശ്ചിമ ബംഗാൾ ഒരു സൂചനയാണ്. ഇപ്പോൾ ഇതാ തൃണമൂൽ കോൺഗ്രസിനും CPM-ന്റെ പിന്നാലെ അതേ ഗതിയിലേക്ക് വരുമ്പോൾ അവർ ബദലായി കണ്ടിരിക്കുന്നത് BJP ആണെന്നുള്ള ഞെട്ടിക്കുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. ഇവിടെ 3 BJP വിജയിക്കുമ്പോൾ, കേരളത്തിൽ 3 BJP താമര വിരിയുമ്പോൾ അത് CPM-ന്റെ മണ്ഡലങ്ങളിലാണ് എന്നുകൂടിയുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കടപുഴക്കിയോ കോട്ടകൾ എന്നാണ് ചോദ്യം. ഉറപ്പായും ഇതിനപ്പുറത്ത് ഒരു മറുപടിയില്ലല്ലോ. കേരളത്തിൽ വടക്ക് മുതൽ തെക്ക് വരെ വലിയ തിരിച്ചടിയാണ് CPIM നേരിട്ടത്, ഇടതുപക്ഷം നേരിട്ടത്. ഒരുപക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പരാജയം എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. എപ്പോഴും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ CPIM വിലയിരുത്തുന്നത് വോട്ട് ശതമാനം കുറഞ്ഞിട്ടില്ല എന്നാണ് CPM പറയുക. വോട്ട് ശതമാനം കുറഞ്ഞിട്ടില്ല, സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ട് എന്ന നിലയിലാണ് പാർട്ടി അതിനെ വിശദീകരിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വോട്ട് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ പാർട്ടി വിലയിരുത്തും, അതെങ്ങനെ പരിഹരിക്കും എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഇടതുപക്ഷത്തിലും CPM-ലും ഒന്നും തന്നെ ജനങ്ങൾക്ക് വലിയ വിശ്വാസമില്ല എന്ന തരത്തിലേക്ക് ജനവിധി വരികയാണ്. അതാണ് ഒരു സുനാമി പോലെ ആഞ്ഞടിച്ചത്. ഏതായാലും EMS നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തികൾ ഒരു രാജ്യത്ത് നേതാക്കളായി മാറുന്നത് ആ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നത് കൊണ്ടാണ്. അതിൽ നിന്ന് മാറിയാൽ ഒരു നീതികേടുണ്ടായി എന്ന് ജനത്തിന് തോന്നിയാൽ ജനം അതിന് മറുപടി നൽകും എന്ന EMS-ന്റെ ഒരു പ്രസ്താവന, EMS-ന്റെ ആ ഒരു പ്രസംഗം വളരെ പ്രസക്തമാണ് ഇന്നത്തെ ഈ ഒരു തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെയോ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെയോ ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ അപ്പോഴും ചില പോരായ്മകളും ചില പ്രശ്നങ്ങളും പാർട്ടിയുടെ ഭാഗത്ത്, CPM-ന്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക. പ്രധാനമായും പാർട്ടി പ്രവർത്തകർക്കും ഞാൻ വിലയിരുത്തുന്നത് ഈ പരാജയം എന്ന് പറയുന്നത് ഇടതുപക്ഷം തന്നെ ഇടതുപക്ഷ സർക്കാരിനെ പരാജയപ്പെടുത്തി എന്നുള്ള നിലയിലാണ്. കാരണം ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത് ഇടതുപക്ഷത്ത് നിന്നാണ്, ഇടതുപക്ഷത്തിൻ്റെ കോർ വോട്ടുകളിൽ നിന്നാണ്. അതാണ് നമ്മൾ കണ്ണൂരിലും കാസർഗോട്ടും പാലക്കാട്ടും ഒക്കെ തന്നെ കാണുന്നത്. നമ്മൾ ഉരുക്കുകോട്ട, CPM-ന്റെ ഉരുക്കുകോട്ട എന്ന് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും വലിയ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായി എന്നത് ഗൗരവമുള്ള വിഷയമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. CPM-ന്റെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങളിലൊക്കെ തന്നെ അത് ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമുക്ക് ഇവിടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്കും പാർട്ടി അണികൾക്കും പാർട്ടി കേഡർമാർക്കും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഒരു ജനവികാരം ഉണ്ടായിരുന്നു. ആ ജനവികാരം പാർട്ടി അറിയാതെ പോയി, അല്ലെങ്കിൽ പാർട്ടി അങ്ങനെ വിലയിരുത്തിയില്ല എന്ന രണ്ടാമത്തെ സാഹചര്യം. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് പാർട്ടിയുടെ CPIM-ന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ വെള്ളം ചേർത്തു എന്നുള്ള തരത്തിലുള്ള പ്രചാരണം CPM-നെതിരെ, ഇടതുപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയപ്പോൾ അത് വിജയിച്ചു എന്ന മൂന്നാമത്തെ സാഹചര്യം. ഇതിൽ നമുക്കറിയാലോ, പാർട്ടി നേതൃത്വത്തിനെതിരെ പാർട്ടിക്കകത്തു നിന്ന് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ അത് ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ചത് കണ്ണൂരിലാണ്. പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയം. അവിടെ TK ഗോവിന്ദൻ വിജയിച്ചിരിക്കുന്നത് 20,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അത് വലിയ പ്രഹരമാണ് CPM-നെ സംബന്ധിച്ചുണ്ടാക്കിയിരിക്കുന്നത്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ വിജയിച്ചിരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിലാണ്. അവിടെയും അത് പാർട്ടിക്ക് വലിയ സന്ദേശം തന്നെയാണ്. മാത്രമല്ല CPM-ന്റെ ഉരുക്കുകോട്ടകളായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പല മണ്ഡലങ്ങളിലും
മണ്ഡലങ്ങളിലും CPM-ന്റെ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട്, അവിടെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ CPM-നുള്ളൊരു വലിയ സന്ദേശമായി മാറാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ അമ്പലപ്പുഴയിൽ G. സുധാകരൻ്റെ വിജയം എന്ന് പറയുന്നത്, അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ CPM നേതൃത്വം പരാജയപ്പെട്ടു എന്ന് നമുക്കിവിടെ വിലയിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ഗൗരവമായി പാർട്ടി പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയായിരിക്കും, അത് പരിഹരിക്കേണ്ട വിഷയം തന്നെയായിരിക്കും. രണ്ടാമത്തെ വിഷയമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പാർട്ടി നയങ്ങളിൽ വെള്ളം ചേർത്തു എന്നുള്ള തരത്തിൽ ഉള്ള പ്രചരണം പ്രതിപക്ഷം ഉയർത്തിയപ്പോൾ അത് ജനങ്ങൾ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ അത് ആ നിലയിൽ ശരിവെക്കുന്ന തരത്തിലേക്ക് ഈ ജനവിധി പോയി എന്നുള്ളത് അതെങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ PM ശ്രീ പോലുള്ള തീരുമാനങ്ങൾ, ആ PM ശ്രീ പോലുള്ള തീരുമാനങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ അത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് BJP-യുമായുള്ള ഒരു ധാരണയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഒരു കരാറാണ് എന്ന തരത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയ പ്രചരണം നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ CPM-ന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതങ്ങനെ ഒരു ധാരണയുണ്ടായി എന്ന തരത്തിലേക്ക് ജനങ്ങളിൽ ഒരു ആശയക്കുഴപ്പം ഈ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലടക്കം BJP-യോടുള്ള ഒരു CPM-ന്റെ ഒരു ബന്ധമായി വ്യാഖ്യാനിക്കപ്പെട്ടു, അത് വിലയിരുത്തപ്പെട്ടു എന്നത് അത് തീർച്ചയായും വലിയ തിരിച്ചടിയാണ്, പ്രത്യേകിച്ച് മലബാർ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് കോർ CPM വോട്ടുകളിലൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന്, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ, അത് പരിഹരിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ള വിഷയം. രണ്ട്, പാർട്ടിയുടെ ശക്തമായ ഇടത് നയങ്ങളിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന തരത്തിൽ ഉണ്ടായിട്ടുള്ള പ്രചരണങ്ങൾ, അത് പാർട്ടിക്കുള്ളിൽ പാർട്ടി നേതൃത്വത്തിനെതിരെയൊക്കെ തന്നെ വലിയ വിമർശനമായി വന്നത് അത് ഗൗരവമായി CPIM കണ്ടില്ല. അത് ജനങ്ങൾ ഇപ്പോൾ ഒരു ജനവിധിയിലൂടെ വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നുവെന്നാണ്. മാത്രമല്ല, മൂന്നാമത്തെ വിഷയം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം, മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു വികാരം ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയുന്നതിലും CPM പരാജയപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ മൂന്ന് ഫാക്ടറുകൾ വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് വലിയൊരു തിരിച്ചടി ഈ നിലയിൽ ഉണ്ടാകാൻ കാരണം. ഇനി CPM നേടാൻ പോകുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് BJP-യുടെ സ്വാധീനമാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെ പോലെയല്ല, ഇപ്പോൾ കേരള നിയമസഭയിൽ 3 BJP MLA-മാർ എത്തുകയാണ്. അതും രണ്ട് കേന്ദ്രമന്ത്രിമാരായിരുന്ന V. മുരളീധരൻ, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ ചാത്തന്നൂരിൽ നിന്ന് ഗോപകുമാർ എന്ന BJP-യുടെ ഒരു MLA. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഈ 3-ൽ നിന്ന് അംഗങ്ങളെ വളർത്താൻ, കേരള നിയമസഭയിൽ സാന്നിധ്യം കൂട്ടാൻ, കേരളത്തിൽ ഭരണം പിടിക്കാനുള്ള വലിയ രാഷ്ട്രീയ നീക്കത്തിലേക്ക് BJP വരും ദിവസം കേരളത്തിൽ മുന്നോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ആ BJP ഇനി പിടിക്കാൻ പോകുന്ന വോട്ടുകൾ എവിടെ നിന്നാണ്? ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, BJP-യുടെ വോട്ട് ശതമാനം വലിയ രീതിയിൽ ഉയർന്നിട്ടില്ലെങ്കിൽ പോലും BJP വിജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ നോക്കിയാൽ CPM-ന്റെ വോട്ടുകൾ ചോർന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനിയും അത്തരത്തിൽ വോട്ടുകൾ ചോരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അപ്പോൾ BJP അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്, BJP അംഗങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന തോന്നൽ ജനങ്ങളിലേക്ക് വന്നാൽ തീർച്ചയായും അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ട. അപ്പോൾ ആ ഒരു ഭീഷണി കൂടി ഇനി CPM-നെ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ തിരിച്ചടി എന്നത് ഗൗരവമായി പരിശോധിക്കുകയും ഈ തിരിച്ചടി എന്തുകൊണ്ടുണ്ടായി എന്ന് വിലയിരുത്തിക്കൊണ്ട് സ്വയം വിമർശനമായി അത് ഉൾക്കൊണ്ട് തെറ്റുതിരുത്തൽ നടപടിയിലൂടെ പാർട്ടി ശക്തമായി മുന്നോട്ട് പോയില്ല എങ്കിൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും എന്താണോ സംഭവിച്ചത് അത് കേരളത്തിലും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അരുൺ സാറേ, ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങാം. ഞാൻ വിചാരിക്കുന്നത്, ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കാണാൻ പോയിട്ട് ഭർത്താവ് ഡോക്ടറോട് പറഞ്ഞു, ഇവൾക്ക് ചെവി കേട്ടുകൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ ഡോക്ടർ സംസാരിച്ചിട്ട് പറഞ്ഞു, അതങ്ങനെ മരുന്ന് കൊടുക്കാൻ കഴിയില്ല, എന്തെങ്കിലും മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മരുന്ന് കൊടുക്കാൻ കഴിയില്ല, അപ്പോൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം, ഞാനൊരു 3-4 ഐഡിയ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. നിങ്ങൾ കുറച്ച് ദൂരത്തൊന്ന് വിളിച്ച് നോക്കുക, അത് കഴിഞ്ഞ് കുറച്ച് ദൂരത്ത് വിളിച്ച് നോക്കുക, ഒരു 5 പ്രാവശ്യം അങ്ങനെ വിളിച്ച് നോക്കുക, ലാസ്റ്റ് അടുത്ത് പോയി വിളിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ദൂരം വരെ നിങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യ അടുക്കളയിലുള്ള ദിവസം ഭർത്താവ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് വിളിച്ചു, അപ്പോൾ കേൾക്കുന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറിയിട്ട് ഒന്നും കൂടെ വിളിച്ചു, അപ്പോഴും കേട്ടില്ല. അങ്ങനെ സിറ്റ് ഔട്ടിലെത്തിയിട്ട് ഒന്ന് വിളിച്ചു, അപ്പോഴും കേൾക്കുന്നില്ല. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് വിളിച്ചു, അപ്പോഴും കേൾക്കുന്നില്ല. അപ്പോൾ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഭക്ഷണമായോ എന്നുള്ളത്. അപ്പോൾ ഭാര്യ പറയാണ്, ഞാൻ 5 പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു മനുഷ്യ ഭക്ഷണമായി എന്നുള്ളത്. അപ്പോൾ ആർക്കാണ് ചെവി കേൾക്കാത്തത്? ഭർത്താവിനാണ്. ഇതുപോലെ തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. കേരള ജനത ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിരിക്കണു എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. പാർട്ടിയുടെ കാര്യത്തിനകത്താണെങ്കിലും സർക്കാരിൻ്റെ കാര്യത്തിലാണെങ്കിലും
അപ്പോൾ നമുക്ക് പറയും അയ്യോ നിങ്ങൾ ഇത്രയും നാൾ ന്യായീകരിച്ചില്ലേ, ഇത്രയും നാൾ കമ്പിനാൻ ചെയ്തിട്ടില്ലേ. കേരളത്തിലെ ജനങ്ങൾ, ഒരു വലിയ ഭൂരിപക്ഷം ജനങ്ങൾ എന്തു പറഞ്ഞിരിക്കുകയാണ്? നിങ്ങളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സാഹചര്യമുണ്ട്. എന്ത് കാരണം കൊണ്ടാണ്? പാർട്ടിയുടെ സംഘടനാപരമായ കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, ഭരണപരമായ കാര്യങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് തിരുത്തിയാൽ, മരുന്ന് മേടിച്ചാൽ, വൃത്തിയായി മരുന്ന് കൊടുത്താൽ നിങ്ങൾക്ക് തിരിച്ചു വരാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ ഈ ബംഗാളിൽ സുനിൽ പറഞ്ഞ പോലെ എവിടെയൊക്കെയാണോ പാർട്ടികൾ നശിച്ചിട്ടുള്ളത്, അത് കോൺഗ്രസ് നശിച്ചതും CPM നശിച്ചതൊക്കെ എവിടെയാണോ അതാത് രീതിയിൽ നശിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പല കാര്യങ്ങളിലും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ CPM സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ 1-2 കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 75 വയസ്സ് തികഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഒക്കെ മാറ്റി നിർത്തി, CPM മാറ്റി നിർത്തിയതാണ്. ശക്തമായി പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള തോമസ് ഐസക്കിനെ പോലെയുള്ള EP ജയരാജനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ, AK ബാലനെ പോലെയുള്ള പ്രധാനപ്പെട്ട പാരമ്പര്യമുള്ള നേതാക്കന്മാരെ മുഴുവൻ മാറ്റി നിർത്തി. എന്നിട്ട് കണ്ണൂരിൽ കൊണ്ടുപോയി കടന്നപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിച്ചു. ചോദിച്ചാൽ എന്താണ്? കടന്നപ്പള്ളി രാമചന്ദ്രൻ എങ്ങനെയാണ് മത്സരിക്കുന്നത്? കിടക്കപ്പായിൽ കിടന്നുകൊണ്ടാണ്. എങ്ങനെ? അദ്ദേഹത്തിന് സുഖമില്ലാതെ അവിടെ കിടന്നുകൊണ്ട് മത്സരിക്കുകയാണ്. എലത്തൂരിൽ AK ശശീന്ദ്രനെ മത്സരിപ്പിച്ചു. പിന്നെ ശ്യാമളയുടെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കുന്നു. കോട്ടകൊത്തളങ്ങളിലുള്ള CPMകാരിലെ ഇടതുപക്ഷക്കാരാണ് പാർട്ടിയെ തോപ്പിച്ചിട്ടുള്ളത് അല്ലേ? എന്താണ്? ഒറ്റ കാരണമുള്ളൂ, ഇത് സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ പിണറായി വിജയനെ മാത്രം എതിരില്ല, പാർട്ടിയെ തിരുത്തുക. നിങ്ങൾ തെറ്റായ വഴിയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ഒരു പാർട്ടി ലോകത്തുണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഒരു പാർട്ടി അണികൾ തിരുത്താൻ തീരുമാനിച്ചാൽ ഒന്നടങ്കം അണികൾ വന്ന് പറയുകയാണ് നിങ്ങൾ തിരുത്തണം. എല്ലാ കാര്യത്തിലുമാണ്. AN ഷംസീറിനെ പോലെയുള്ള നേതാവിനെ ബാക്കിയുള്ള ചെറുപ്പക്കാരെ മുഴുവൻ മത്സരിപ്പിക്കുന്നു. കാരായ രാജനെ മത്സരിപ്പിച്ചിട്ട് തലശ്ശേരിയിൽ AN ഷംസീറിനെ മാറ്റി നിർത്തുന്നു. അതേ ഒരു 20 കിലോമീറ്റർ അപ്പുറമുള്ള കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ് വന്നതെന്ന് നോക്കിക്കേ. അപ്പോൾ പല സ്ഥലങ്ങളിൽ നമുക്കിത് പറയുന്നതിൽ ആ സമയങ്ങളിൽ പരിമിതി ഉണ്ടെങ്കിൽ പോലും എന്താണ് ഇത് മനസ്സിലാക്കാനുള്ള സാഹചര്യം പാർട്ടിക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന MP ഗോവിന്ദൻ്റെ ഭാര്യയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കുന്നു. പറയുമ്പോൾ എന്താണ് പറയുക? കോട്ടയാണ്, ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ KK ശൈലജ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ച് കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വന്ന ആളാണ്. എന്നോട് ഇടപെട്ടോട്ടെ. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രവർത്തകർ നൽകുന്ന ആവേശകരമായ സ്വീകരണത്തിന്റെ ദൃശ്യമാണ്. നമുക്കത് ഫുൾ ഫ്രെയിമിൽ തന്നെ കൊടുക്കാം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് ആവേശകരമായ സ്വീകരണം നൽകുന്നു കണ്ണൂർ എയർപോർട്ടിൽ. തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. പ്രവർത്തകരുടെ തോളിലേറി എയർപോർട്ടിന് പുറത്തേക്ക് വരികയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പേരാവൂരിൽ ആദ്യ ഒരേയൊരു റൗണ്ടിൽ മാത്രമാണ് സണ്ണി ജോസഫ് പിന്നിൽ പോയത്. അതിനുശേഷം വലിയ തിരിച്ചുവരവാണ് സണ്ണി ജോസഫ് നടത്തിയത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് കണ്ണൂർ വിമാനത്താവളത്തിൽ നൽകുന്ന ആവേശകരമായ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റിസൾട്ട് അറിഞ്ഞ് തിരിച്ചു മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തുന്ന KPCC പ്രസിഡന്റിന് നിയുക്ത MLA, നിയുക്ത മന്ത്രി എന്ന് തന്നെ പറയാം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് സ്വപ്നതുല്യമായി പാർട്ടിക്ക് വിജയം ചാർത്തിക്കൊടുത്ത പ്രസിഡന്റ് എന്ന് കൂടി പറയാം. VD സതീശനും KPCC പ്രസിഡന്റും AC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പാർട്ടി പ്രവർത്തകരും എല്ലാം ഒരുമിച്ച് പണിയെടുത്ത് നേടിയ വിജയം എന്ന് തന്നെ പറയാം. ഓക്കെ, ഇവിടെ നമുക്കിനി സണ്ണി ജോസഫ് പ്രതികരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബൈറ്റ് കൊടുക്കാം. തുടരാം. അല്ല, അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മൾ മട്ടന്നൂര് ശക്തമായ മത്സരം കാണുന്നു, അഴീക്കോട് ശക്തമായ മത്സരം കാണുന്നു, തളിപ്പറമ്പിൽ നമ്മൾ തോൽക്കുന്നു, എവിടെയാണ് പിന്നെ നമ്മുടെ കല്യാശ്ശേരി ശക്തമായ മത്സരം കാണുന്നു. CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും CPIയുടെയും കോട്ടകളിൽ മുഴുവൻ തോൽക്കുകയോ വലിയ രീതിയിൽ പിന്നോട്ട് പോവുകയോ ചെയ്തിരിക്കുന്നു. അത് മുഴുവൻ എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസ് വോട്ടുകളല്ല ഉള്ളത്, അവിടെ ലീഗ് വോട്ടുകളല്ല ഉള്ളത്, അവിടെ ഉള്ളതാരാ? പാർട്ടി കേഡർ വോട്ടുകളാണ്. പാർട്ടി കേഡർ വോട്ടിൽ ശക്തമായ ചോർച്ച സംഭവിച്ചു എന്ന് വിചാരിച്ചാൽ അത് പോയി കോൺഗ്രസ്സുകാർ ജയിച്ചോട്ടെ എന്ന് വിചാരിച്ച് കുത്തുന്നതല്ല, പാർട്ടിയെ നേരെയാക്കാൻ വേണ്ടി പാർട്ടി പ്രവർത്തകർ കുത്തുന്നതാണ്. അത് മാറ്റിക്കുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത് മനസ്സിലാവണം പാർട്ടിക്ക്. ഇത് മനസ്സിലാവാതെ ഇപ്പോൾ സ്വരാജ് ഇട്ട പോലെ പോസ്റ്റിനൊന്നും ഞാൻ അംഗീകരിക്കുന്നേ ഇല്ല കേട്ടോ. എന്താണ്? ജനങ്ങൾ ഇത്രയും വലിയൊരു ജനവികാരം കേരളത്തിലുണ്ടായതിനു ശേഷം അതില്ല എന്ന് പറയുന്നതിനെ അംഗീകരിക്കേണ്ട കാര്യമില്ല. അതങ്ങനെ സംഭവമില്ല. അനാഹസായമായ വിജയമൊന്നും അല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത്. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? 90 സീറ്റോ 100 സീറ്റോ മാക്സിമം കിട്ടുമെന്ന് പാർട്ടിക്ക്
പിന്നെ 5-ലേക്ക് പോവാണ് അല്ലേ, 102 സീറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, 3 സീറ്റിൽ BJP അധികാരത്തിൽ വരികയാണ് അല്ലേ, 35 സീറ്റിലേക്ക് പാർട്ടി താഴേക്ക് പോകണം. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ബോധ്യം വേണം. ഇതനുസരിച്ച് പാർട്ടിയെ കെട്ടിപ്പടുത്താൻ പറ്റണ്ടേ എന്നുള്ള. CPI എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അക്ഷരം വേണ്ടിയിട്ടില്ല, ഈ സമയം വരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. CPIൻ്റെ സംസ്ഥാന സെക്രട്ടറി മിണ്ടണ്ടല്ലേ, കാരണം CPIൻ്റെ സീറ്റിൽ BJP അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ശക്തമായ രീതിയിൽ ഇവർ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഏത് രീതിയിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ബോധീകരിക്കുന്ന ഇത് കേരളത്തിലെ ജനങ്ങളെക്കാളും അപ്പുറം പാർട്ടി പ്രവർത്തകരെയും പാർട്ടി അണികളെയും പാർട്ടി കേഡറിനെയും ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് ഇന്നോ നാളെയോട്ട് ഇവർക്ക് അത് കേൾക്കേണ്ടതാണ്. കാരണം എന്തുകൊണ്ടാണ്, ഈ ഇന്ന് വോട്ട് ചെയ്ത അണികൾ, ഇന്നലെ വോട്ട് ചെയ്ത അണികൾ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അണികളെ സംബന്ധിച്ചിടത്തോണ്ടാണ് നമ്മുടെ പാർട്ടിയാണ് തോക്കുന്നത് അല്ലേ, നേതാക്കന്മാരുടെ പാർട്ടിയല്ല തോക്കുന്നത്. കേരളത്തിലെ CPMൻ്റെയും CPIൻ്റെയും ഇടതുപക്ഷ വിശ്വാസികളുടെയും വോട്ടിൽ ചോർച്ച വന്നിരിക്കുന്നു, അവിടെ തോറ്റിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് തോറ്റു എന്നുള്ള കാര്യം ക്ലാരിറ്റിയോടെ മനസ്സിലാക്കണ്ടേ. അതിൻ്റെ നേതാവിനാണോ വീഴ്ച പറ്റിയത്, സെക്രട്ടറിക്കാണോ വീഴ്ച പറ്റിയത്, മുഖ്യമന്ത്രിക്കാണോ വീഴ്ച പറ്റിയത്, ഈ വീഴ്ചയുടെ ആഘാതം എന്താണ് എന്നുള്ളത് നേതാക്കന്മാർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. എത്രയാണ് 28 MLA-മാരാണ്, എത്ര CPMൻ്റെ എത്രയാണ്, 23 പേര്. 23 പേരിൽ ഏറ്റവും ഒരു ആളെ പിടിച്ച് പിന്നെ എന്താണ് പ്രതിപക്ഷ നേതാവാക്കുക എന്നുള്ള നിലയിലേക്ക് പോകാതെ ക്രിയാത്മകമായി വർക്ക് ചെയ്യാൻ പറ്റുന്നതും ക്രിയാത്മകമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ആൾക്കാരെ അതിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള സംവിധാനം പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം എന്താ, കേരളത്തിലെ ഇത്രയും നാളും കേരളത്തിൽ പിടിച്ചു നിർത്തിയ എന്താണെന്നോ, ശക്തമായ പ്രതിപക്ഷമാണ് കേരളത്തിൽ ഇത്രയും നാൾ പിടിച്ചു നിർത്തിയത്. എല്ലാ കാലത്തും അങ്ങനെയാണ് കേട്ടോ, എല്ലാ കാലത്തും അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഏറ്റവും കുറവെന്ന്, ഇത്രയും കുറവ് ഇതുവരെ കേരള ചരിത്രത്തിൽ വന്നിട്ടില്ല. 23 സീറ്റിലേക്ക് ഇടതുപക്ഷം വരിക എന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല. അപ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിൽ പാർട്ടീനെ കെട്ടിപ്പടുത്തുന്ന ചെറിയ കാര്യമല്ല കേട്ടോ, ചെറിയ കാര്യമല്ല. അപ്പോൾ ഇതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലാതെ തോൽവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ പിന്നെ കൈകാര്യം ചെയ്തോളാം, ഇതൊക്കെ എന്താണ് ഭരണവിരുദ്ധ വികാരമല്ല, ഇതല്ലെങ്കിൽ ഇത് പാർട്ടിക്കെതിരായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ ഇതുപോലെ തോൽവി ഏറ്റിട്ടുണ്ട്, ഞങ്ങളത് തിരിച്ചു വന്നിട്ടുണ്ട്. പാർട്ടി തിരിച്ചു വന്നിട്ടുണ്ട് എല്ലാ കാലത്തും. പക്ഷേ എന്താണ്, പാർട്ടി എല്ലാ കാലത്തും തിരുത്തൽ വരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ആ തിരുത്തൽ വരുത്തിയത് ക്രിയാത്മക തിരുത്തലാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇപ്പോൾ തന്നെ പ്രതികരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നീറ്റായും വൃത്തിയായും പ്രതികരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ ജനങ്ങളെ? കാരണം നമ്മുടെ മുന്നിൽ എല്ലാ കാലത്തും ഇങ്ങനെ നമ്മൾ എങ്ങനെ രീതിയിൽ മുന്നോട്ട് പോയാലും ജനങ്ങൾ ഇങ്ങനെ കൂടെ നിന്ന് തരും എന്ന് വിചാരിക്കരുത്. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ പ്രതികരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എത്രയോ നേതാക്കന്മാരാണെന്നറിയോ മാറി നിൽക്കുന്നത്, ഈ ഇലക്ഷനിൽ വർക്ക് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഇലക്ഷനിൽ ഒറ്റയടിക്ക്. ഇപ്പം ഞാൻ പറയാം, ഉടുമ്പൻചോലയിൽ എം എം മണി ആ ഇടുക്കി ജില്ലയിലുള്ള സാധാരണ ആളോട് പോയി ചോദിച്ചാൽ മനസ്സിലാവും എം എം മണി അവിടെ നിന്ന് ജയിക്കും എന്നുള്ളത് അല്ലേ. അവിടുത്തെ DCC പ്രസിഡന്റ് പറയാണ് എം എം മണി ആയിരുന്നെങ്കിൽ അവിടെ ജയിക്കൽ പ്രയാസമായിരുന്നു എന്ന് പറയുകയാണ്. പാർട്ടിക്ക് മനസ്സിലാവുന്നില്ല എം എം മണി എന്താ കാരണം, 75 വയസ്സ് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പറയുന്ന സുധാകരൻ, പാർട്ടി വിട്ടുപോയ സുധാകരൻ ഇല്ലേ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്താണ്? ജി സുധാകരൻ MLA ആണ്. സ്ഥാനാർത്ഥിയായി നിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയത്ത് സംസാരിക്കേണ്ടി വരും. അല്ല ഞാൻ ഒരു മിനിറ്റ് അല്ലല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ മണ്ഡലത്തിൽ വിജയിക്കുന്ന സംവിധാനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലോ? പ്രധാനപ്പെട്ട ഇപ്പൊ ജി സുധാകരൻ ഇങ്ങനെ പറയാൻ പറ്റുമോ? 75 വയസ്സ് മാറ്റി നിർത്തിയാണ്, ഇന്ന് MLA ആണ് അല്ലേ. അപ്പം 75 സീറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താ പറയുക, കഴിഞ്ഞ ടേം 2 ടേം പൂർത്തിയവരെല്ലാവരും മാറിയുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഇപ്രാവശ്യം എന്തേ അത് നടപ്പിലാക്കാതെ പോയത്? എന്ത് തോമസ് ഐസക് മനസ്സിലാക്കാതെ പോയത്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ, ഒറ്റ കാരണം കൊണ്ട് 75 വയസ്സ് മാറ്റി നിർത്തി അല്ലേ. കേരളത്തിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് പാർട്ടി സംവിധാനത്തെക്കുറിച്ചല്ല, പ്രധാനപ്പെട്ട പാരമ്പര്യമുള്ള നേതാക്കന്മാരെ കുറിച്ചിട്ടാണ്. ഇതേ പ്രായമുള്ള പിണറായി വിജയൻ മത്സരിക്കുകയാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പാർട്ടിക്ക് ഇപ്പം നമുക്ക് മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ. നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? വാർത്ത വരുന്നതില്ലാത്ത നിജസ്ഥിതി ഉണ്ടോ ഇല്ലയോ നോക്കി പറയുക, അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? പാർട്ടിയുടെ AK സെൻറ്ററിൽ പോയിട്ട് കാര്യം പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഈ കാര്യം ഇന്നത്തെ മാറ്റം വന്നു ഇന്നെന്താണ് സംഭവിക്കുക? ഇന്നത്തെ മാറ്റം UDF-ന് അനുകൂലമാണ്. ഇന്നത്തെ മൊത്തം KC വേണമല്ലോ, രമേശ് ചെന്നിത്തല, VD സതീശനെ, PK കുഞ്ഞാലിക്കുട്ടിനെ, PJ ജോസഫിൻ്റെയും ദിവസമാണ്. മനസ്സിലായോ? അവരുടെ ഒറ്റരുമയോട് കൂടി മുന്നോട്ട് പോകുമായിരുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇപ്പോൾ CPM-ൻ്റെ അകത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ വെച്ചോളൂ, CPM-ൻ്റെ അകത്ത് കേരളത്തിലെ എല്ലാ മന്ത്രിമാരും ഒറ്റക്കെട്ടായിരുന്നോ? അപ്പോൾ അതിൻ്റെ അകത്ത് പ്രശ്നമുണ്ട്. അത് CPM മനസ്സിലാക്കിയിട്ടില്ലേ? അത് മൂടി വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സിലാണെങ്കിൽ ഈ പറയുന്ന പടലപ്പടങ്ങൾക്കെല്ലാം പിറ്റേ ദിവസം രാവിലെ പുറത്തു വരും. ഇന്ന് ഒരു മന്ത്രിയും മറ്റേ മന്ത്രിയും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ പുറത്തു വരും. പക്ഷേ CPM-ന് അങ്ങനെ വരില്ല. പക്ഷേ CPM-ൻ്റെ ഉള്ളിൽ അത് മനസ്സിലാക്കുമായിരുന്നു അല്ലേ. ആ മനസ്സിലാക്കുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആരായിരുന്നു?
കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ നീക്കങ്ങൾ മനസ്സിലാക്കുമായിരുന്നു, ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. ഇവിടെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിന് തിരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പാർട്ടിയെ ആ രീതിയിൽ കൊണ്ടുനടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. പ്രചരണം നയിക്കുന്ന സമയത്ത് പല വീഴ്ചകൾ, ഞാൻ പറഞ്ഞത് അടുത്ത കാലത്ത് നടത്തുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രചരണമാണ് CPM ഭാഗത്തുണ്ടായിട്ടുള്ളത്. പ്രചരണത്തിൽ വിജയിക്കാൻ CPM കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അവർ എന്ത് പ്രചരണമാണ് മുന്നോട്ട് വെച്ചാൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വിജയിച്ചിട്ടില്ല എന്ന് പറയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി എല്ലാ 5 വർഷം കൂടുമ്പോൾ പാർട്ടി മാറിക്കൊണ്ടിരുന്ന ഭരണം മാറിക്കൊണ്ടിരുന്ന സംസ്ഥാനമാണ് കേരളം, അല്ലേ? 10 വർഷമായി കഴിയുമ്പോൾ ഇനിയും ഈ പറയുന്ന സംവിധാനം വേണ്ട എന്ന് കേരളത്തിൽ ജനങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൂത്തുവാരി എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കടപുഴക്കിയോ ഇടതു കോട്ടകൾ എന്നാണ് ചോദ്യം. മധു, ഓക്കെ, നമ്മുടെ ദിനേശ് കുഞ്ഞിരാമൻ എഴുതിയ പാട്ടൊന്ന് കേട്ടിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു. സഹപ്രവർത്തകർ ഒന്നിച്ച് ചെവി കാണാത്തതിന് ഡോക്ടർമാരെ കാണാൻ പോയൊരു കഥയുണ്ടായിരുന്നു സാറേ. ഇടവേളയ്ക്ക് പറഞ്ഞുതരാം, എല്ലാവർക്കും കൂടി സംസാരിക്കുകയാണ്. മാധു, ഞാൻ എന്റെ കാര്യങ്ങൾ അടക്കാണ് പറയുന്നത്, അല്ലാതെ ഞാൻ സ്വയം വിമർശനമാണ്. ശരി, അപ്പോ നമ്മൾ കണ്ണ് കാണുന്നില്ല. സ്വയം വിമർശനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും അട്ടപട്ടലം ഒരു പരാജയം വേണ്ടി വന്നു എന്നതാണ്. ഇന്നലത്തെ ദിവസം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലായില്ല എന്നുള്ളത് അതിനിഷ്കളങ്കത എന്ന് കാണേണ്ടി വരും എന്നതാണ്. എം സ്വരാജിന്റെ പോസ്റ്റ് അവസാനിക്കുന്ന ഒരു വാക്കുണ്ട്, കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും. CPM എന്ന് പറയുന്ന സംഘടന കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരേണ്ട ഒരു സംഘടനയാണ്. എല്ലാ കാലത്തേക്കും പ്രതിപക്ഷത്തേക്ക് ഒതുങ്ങിപ്പോകേണ്ടതോ ഇനി ഒരിക്കലും അധികാരത്തിലേക്ക് വരാതിരിക്കേണ്ടതോ ത്രിപുര പോലെയോ ബംഗാൾ പോലെയോ മുച്ചൂടും മുടിഞ്ഞു പോകേണ്ടതോ ഒരു പാർട്ടിയല്ല ഇടതുപക്ഷവും CPM. അത് കൊടുങ്കാറ്റ് പോലെ തന്നെ തിരിച്ചു വരേണ്ട ഒരു പാർട്ടിയാണ്. പക്ഷേ എങ്ങനെയാണെന്നറിയാമോ? തിരുത്തിക്കൊണ്ട് എന്നുള്ളതുണ്ട്. അല്ലാതെ എം സ്വരാജ് എഴുതി വച്ചിരിക്കുന്ന സാഹിത്യമുണ്ടല്ലോ, ഇത് അനർഹമായ പരാജയമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ പെടലിക്ക് ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം കൊടുക്കുന്നത്. അങ്ങനെയല്ല തിരിച്ചു വരേണ്ടത്. നോക്കൂ, ഇന്ന് പറയുന്ന ഓരോ വാക്കുകൾക്കും ഈ സൈബർ ഇടങ്ങളിൽ നമ്മൾ പാർട്ടിയെ വിമർശിക്കാൻ വെമ്പി നിന്നവർ പറയുന്ന കാര്യങ്ങൾ എന്ന നിലയ്ക്കേ ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. കാരണം ഇന്നും ഇത് ചെല്ലുന്നത് ബധിരമായ കർണങ്ങളിലേക്കാണ് എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. അങ്ങനെയേ ശീലിക്കൂ എന്നതാണ് പ്രശ്നം. ഈ പാർട്ടി തിരുത്താൻ തയ്യാറാകും, പക്ഷേ തിരുത്താൻ അനുവദിക്കാത്ത അണികൾ ഈ പാർട്ടിക്കുണ്ടായിപ്പോയി. പാർട്ടി മെമ്പർഷിപ്പ് എന്നൊന്നുണ്ടായിരുന്നു, അത് എത്ര പാവനമായിരുന്നു എന്നറിയാമോ? പാർട്ടിയിൽ പണിയെടുത്ത് പാർട്ടി ആശയങ്ങളിൽ വളർന്നു വന്ന് പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കി അത് സാധാരണ മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മനുഷ്യർക്ക് കൈവെള്ളയിൽ വെച്ച് കൊടുക്കുന്ന പാർട്ടി അംഗത്വം എന്നൊന്ന് ഈ നാട്ടിലുണ്ടായിരുന്നു. പാർട്ടി അംഗത്വമുള്ളവരാണോ ഇന്ന് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം തീരുമാനിക്കുന്നത്? അല്ല, സൈബർ ഇടങ്ങളിലെ മുഖമില്ലാ കൂട്ടങ്ങളാണ് പാർട്ടിയുടെ നെറേറ്റീവ് തീരുമാനിക്കുന്നത് എന്ന ഘട്ടത്തിലേക്ക് ഈ പാർട്ടി പോയിട്ട് എത്ര കാലമായി? തിരുത്താൻ കഴിയുമോ? കൂടഴിച്ചു വിട്ട കടന്നൽ കൂട്ടത്തെ തിരിച്ചു വിളിക്കാൻ കഴിയുമായിരുന്നോ? വ്യക്തിയധിക്ഷേപം, അപമാനം, ഈ നിലയ്ക്ക് ഇത് കഴിഞ്ഞു പോയില്ലേ? ആരൊക്കെയായിരുന്നു ഇവിടുത്തെ ആധ്യാത്മിക ആചാര്യന്മാർ? ഇവർ ഈ നേതാക്കൾ തീരുമാനിച്ചാൽ പോലും അവരെ തിരുത്താൻ അനുവദിക്കില്ലായിരുന്നു എന്ന ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനി സ്വയം വിമർശനം എന്നൊന്ന് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. പാർട്ടിസൺ ജേർണലിസം എന്ന് പറയുന്ന ഒന്ന് വളരെ ഗംഭീരമായി എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട കാലമാണിത്. ഒന്നുകിൽ നിങ്ങൾ ഒരു പക്ഷം, അല്ലെങ്കിൽ നിങ്ങൾ മറുപക്ഷം എന്ന നിലയ്ക്ക് ഈ നാട്ടിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും മറ്റൊന്നുണ്ടല്ലോ, നല്ല ഇടതുപക്ഷം. എന്തൊരു അധിക്ഷേപമായിരുന്നു! നല്ല ഇടതുപക്ഷം എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് മാറ്റി നിർത്തിയ കുറേ മനുഷ്യരുണ്ട് ഈ നാട്ടിൽ. അതിലൊരാൾ വി കുഞ്ഞികൃഷ്ണനാണ്, കള്ളൻ എന്ന് വിളികേട്ട വി കുഞ്ഞികൃഷ്ണൻ. അതിലൊരാൾ ടി.കെ. ഗോവിന്ദനാണ്, സ്ഥാനമോഹി എന്ന് വിളിക്കേട്ട ടി.കെ. ഗോവിന്ദൻ. അതിലൊരാൾ ജി സുധാകരനാണ്. എനിക്ക് ജി സുധാകരനോട് വലിയ രാഷ്ട്രീയ എതിർപ്പൊക്കെയുണ്ട്. പക്ഷേ അങ്ങനെ ഒരാൾക്ക് ജനങ്ങൾക്കിടയിൽ അവസരം കിട്ടുന്നതും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടുന്നതും എന്തുകൊണ്ടാണ് എന്നറിയാമോ? അത് അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാതെ പോകുന്നത് കൊണ്ടാണ് എന്നതാണ് എനിക്ക് പറയേണ്ടത്. നോക്കൂ, ഈ നമ്മൾ ഇടതുപക്ഷമാണ് എന്നൊരു വിചാരമുണ്ടായാൽ നമ്മൾ ഇടതുപക്ഷം ചേർന്ന്, നമ്മൾ ഹൃദയപക്ഷം ചേർന്ന് നടന്നു ശീലിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവുകയാണ്, നമ്മൾ ഇടതുപക്ഷമാണ് എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്നതാണ് ഇടത്, നമ്മൾ പറയുന്നതാണ് ഇടത്, നമ്മളാണ് ഇടത് എന്നൊരു ചിന്തയുണ്ടാകും. അതായത് നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ആശയം പറയേണ്ടവർ എന്നതിനപ്പുറത്ത് നമ്മൾ പറയുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ആശയം എന്ന് പറയുന്ന ഒന്ന് തലച്ചോറിനകത്ത് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരു തിരുത്തലില്ല. അത് മാധ്യമപ്രവർത്തകർക്കും ബാധകമാണ്. നമ്മൾ വാർത്ത കൊടുക്കുന്നവരാണ് എന്നതിനപ്പുറത്ത് നമ്മൾ കൊടുക്കുന്നതാണ് വാർത്ത എന്ന് ചിന്തിക്കുന്നിടത്ത് അവിടെയും ഒരു പരാജയമുണ്ടാകും. ഇതൊക്കെ തിരുത്താൻ ഒരു തോൽവി വേണ്ടി വരുന്നു, ഇതൊക്കെ തിരുത്താൻ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നു എന്നത്
ഒരു നിരാശാജനകമായ കാര്യമാണ്. പക്ഷെ അപ്പോഴും തിരുത്താനുള്ളൊരു സാധ്യതയാണെന്ന് തിരിച്ചറിയുകയാണ്. അല്ലാതെ കടലിരമ്പം പോലെ വന്ന് തിരുത്തണമെന്ന് മുൻപ് പറഞ്ഞവർക്ക് കുറച്ചുകൂടി അടുത്തു നിന്ന് പറയൂ, കുറച്ചുകൂടി അടുത്തു നിന്ന് പറയൂ എന്ന നിലയ്ക്ക് പരിഹസിക്കാനുള്ളതായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞ കഥയിൽ നിന്ന് അങ്ങും ഞാനും ഉൾക്കൊള്ളുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്തുതിപാഠകരുടെ വൃന്ദം ഉണ്ടാക്കി വെക്കുക, അവർ പറയുന്നത് മാത്രം ചെവിയിലേക്ക് കേൾക്കുക, വിമർശനങ്ങളെ എല്ലാത്തിനെയും തല്ലി ഒതുക്കി തീർക്കുക, ചെവി കൊടുക്കാതിരിക്കുക, അവരൊന്നും ഇടതുപക്ഷത്തിന് വേണ്ടി പറയുന്നവരല്ല എന്ന് ലേബൽ ചെയ്യുക, അവരൊക്കെ സംഘ ആശയങ്ങളുള്ളവർ എന്ന ചാപ്പ കുത്തി കൊടുക്കുക, അവരൊക്കെ ഇടതുപക്ഷത്തിൻ്റെ തകർച്ച കാണാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ വലതുപക്ഷ മാധ്യമങ്ങളെന്ന് അവരുടെ മുറുമുറുപ്പുകളെന്ന് പറയുക, അവരൊക്കെ പ്രതിപക്ഷത്തിൻ്റെ കുഴലൂത്തുകാർ എന്ന് പറയുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, കുപ്പിയും കോഴിക്കാലുമാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ നയിക്കുന്ന വികാരം എന്ന് പറയുക. 10 വർഷം പുറത്തു നിന്നൊരു പാർട്ടിയുടെ കുപ്പിയും കോഴിക്കാലുമാണോ, അതോ 10 വർഷം അധികാരത്തിൽ നിന്നൊരു പാർട്ടിയുടെ കുപ്പി കോഴിക്കാലുമാണോ കൂടുതൽ ലഭ്യമാവുക? അപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്ക്, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ അവരുടെ കുഴലൂത്തുകാർ എന്ന് പറയുന്നതിനപ്പുറത്ത് അതിലൊരു വിമർശനമുണ്ട്, അതൊന്ന് കേട്ടുനോക്കാമെന്നൊരു ചിന്തയെങ്കിലും ഉണ്ടായിക്കൊണ്ടേ എന്നെനിക്ക് ചോദിക്കണമെന്ന്. കേൾക്കാമല്ലോ, വിമർശനമല്ലേ, അംഗീകരിക്കേണ്ടെന്നേ, പക്ഷെ അത് ഒന്ന് വിശകലനം ചെയ്യാമല്ലോ, ആ നിലയ്ക്ക് കൂടി ഇല്ലല്ലോ. പരിഹാസമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് തോറ്റുവെന്ന് സമ്മതിച്ചുവോ? ആകെ സമ്മതിച്ചത് ഗോവിന്ദ മാസ്റ്ററാണ്. ഞങ്ങൾ നന്നായി തോറ്റു എന്ന് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇല്ല, പക്ഷെ അവിടെയൊക്കെ ജനം കൂടെ നിൽക്കും എന്ന വിചാരമുണ്ടായി. പാർട്ടിക്ക് ഞാൻ കുറ്റം പറയുകയില്ല. നോക്കൂ, നേതൃത്വത്തെ തള്ളിപ്പറയുക എന്നത് എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ അവരിലേക്ക് ആ ആശയങ്ങൾ എത്താതിരിക്കാൻ, അവരിലേക്ക് ഇങ്ങനെ ഒരു മണ്ണൊലിപ്പുണ്ട് എന്നുള്ളത് പറയാത്ത സ്തുതിപാഠക സംഘത്തിൻ്റെ ഈ ഒച്ചയെടുപ്പിനിടയിലാണ് ഈ പാർട്ടിക്ക് തിരുത്താൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പം നോക്കൂ, പിണറായി വിജയൻ ധർമ്മടത്ത് 6 റൗണ്ട് പുറകിൽ നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയല്ല, അത് പാർട്ടിയാണ് അവിടെ പിന്നിൽ നിൽക്കുന്നത്. അതായത് ധർമ്മടത്ത് പാർട്ടി പിന്നോട്ട് നിൽക്കുന്ന, പയ്യന്നൂരിൽ പാർട്ടി പിന്നോട്ട് നിൽക്കുന്ന, തളിപ്പറമ്പിൽ പാർട്ടി പിന്നോട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ട്, മട്ടന്നൂരിൽ പാർട്ടി പിന്നോട്ട് നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് സാധാരണക്കാരനായ പാർട്ടി പ്രവർത്തകന് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് കേൾക്കുന്നത്. പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിൽ തിരിച്ചടിച്ചു. ഇന്നലെ വരെ സമ്മതിക്കായിരുന്നോ? പി.കെ. ശ്യാമള എം.വി. ഗോവിന്ദന്റെ ഭാര്യ എന്ന് പറയുന്നത് ഇവിടെ സമ്മതിക്കുമായിരുന്നോ? ഇല്ല. അപ്പോൾ ആ നിലയ്ക്കാണ് ഇന്നലെ വരെയും അതിനെ കണ്ടുകൊണ്ടിരുന്നത്. ടി.ഐ. മധുസൂദനൻ സ്ഥാനമോഹി എന്നുള്ളതല്ലാതെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പറയുമായിരുന്നോ? വീട്ടിൽ പോയി പറയൂ എന്ന് പറയുന്നതിനെ വിമർശിക്കാൻ കഴിയുമായിരുന്നോ? ഇതിനൊക്കെ തോൽവിയിലേക്ക് ചെന്നാൽ മാത്രമേ തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. എനിക്ക് കോൺഗ്രസിനോടും കൂടി ചിലത് പറയാനുണ്ട്. സ്തുതിപാഠക സംഘങ്ങൾ എല്ലാ കാലത്തും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരാണ്, അധികാരമുള്ളിടത്ത് നിൽക്കുന്നവരാണ്. നോക്കൂ, അതിന് എല്ലാവരും എപ്പോഴും തയ്യാറുമായിരിക്കും. അതിന് ചെവി കൊടുക്കുമ്പോൾ തിരുത്താനുള്ള സാധ്യതകളെയാണ് ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. നാളെ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴും ഈ പറയുന്ന സ്തുതിപാഠക സംഘത്തെ കുറച്ച് അകറ്റി നിർത്തിയാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിലവിൽ കോട്ടകൾ കടപുഴകിയോ എന്നതാണ് ചോദ്യം. ഞാനൊരു സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു ചെറിയ തമാശയിൽ തുടങ്ങാം. LDFിൻ്റെ ക്യാമ്പയിൻ്റെ സ്ലോഗൻ മറ്റാരുണ്ട് LDF അല്ലാതെ എന്നായിരുന്നു. മറ്റാരുണ്ട് എന്നൊരു കോമയിട്ടിട്ട് LDF അല്ലാതെ എന്ന് വോട്ടിംഗ് മെഷീനിൽ തപ്പിയപ്പോഴാണ് കയ്യിലും UDFിൻ്റെ ചിഹ്നങ്ങളിലും വോട്ട് പതിഞ്ഞത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ഒരു പരിഹാസപരമായിട്ടുള്ള ഒരു തമാശ നിറഞ്ഞിരിക്കുന്ന ക്യാമ്പയിൻ. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് നോക്കുകയും അങ്ങനെ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ അതേപോലെ ശിരസാവഹിച്ചുകൊണ്ടാണ് വോട്ടർമാർ വിധി എഴുതിയിരിക്കുന്നത് പോളിംഗ് ബൂത്തിലേക്ക് കയറിയപ്പോൾ എന്നാണ് ചില സോഷ്യൽ മീഡിയയിലെ ക്യാമ്പയിനുകൾ കണ്ടത്. അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് ഇടതുമുന്നണിയെ തോൽപ്പിച്ചത്? CPM-നെ തോൽപ്പിച്ചതാരാണ്? കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തോൽപ്പിച്ചതാരാണ്? തളിപ്പറമ്പിൽ TK ഗോവിന്ദന് 13,000 വോട്ട് കൊടുത്തത് ആരാണ്? 6 റൗണ്ട് വരെ മട്ടന്നൂരിൽ പിണറായി വിജയനെ വെള്ളം കുടിപ്പിച്ചതാരാണ്? ധർമ്മടത്ത്. മട്ടന്നൂരിൽ ഒരു ഘട്ടത്തിൽ 60,000-ൽ നിന്ന് താഴെ VK സനോജ് പിന്നിൽ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതാരാണ്? എങ്ങനെയാണ് പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ 49,000-ൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് 7,000-ൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് വന്നത്? ആരാണ് അവിടെ V കുഞ്ഞികൃഷ്ണൻ വോട്ട് കൊടുത്തത്? CPM-ൻ്റെ പാർട്ടി അംഗങ്ങളാണ്. തളിപ്പറമ്പിൽ ആരാണ് TK ഗോവിന്ദന് വോട്ട് കൊടുത്തത്? CPM-ൻ്റെ പാർട്ടി അംഗങ്ങളുണ്ടെന്നേ. കാരണം നമ്മൾ കണക്കെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലൊരു ചാഞ്ചാട്ടം ഉണ്ടാകണമെങ്കിൽ പാർട്ടിയുടെ അംഗത്വമുള്ളവർ അടക്കം, ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങളടക്കം,
ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങളടക്കം പാർട്ടി വിധി എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് പാർട്ടിയിലെ അംഗങ്ങൾ തന്നെ പാർട്ടിയിലെയും ഇടതുമുന്നണിയിലെയും നേതാക്കൾക്കും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്കുമെതിരെയും നടത്തിയിരിക്കുന്ന ഒരു വിധിയെഴുത്താണ്. ഇല്ലെങ്കിൽ വൈക്കത്ത് തോക്കൂല, ഇരുവിപുരത്ത് തോക്കൂല, വാമനപുരത്ത് DK മുരളിയുടെ മണ്ഡലത്തിൽ പരാജയപ്പെടില്ല. അപ്പോൾ ഈ കേരളത്തിലുടനീളമുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം ആദ്യമേ തന്നെ പറയാം, ഇതൊരു തരത്തിലുള്ള ന്യൂനപക്ഷ ഏകീകരണം ഒന്നുകൊണ്ട് മാത്രം സംഭവിച്ച ഒന്നേയല്ല. അങ്ങനൊരു വ്യാഖ്യാനം ഇനി നിലനിൽക്കില്ല. 2, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞാൽ ആ വാദവും നിലനിൽക്കില്ല. ഇത് രണ്ടും വളരെ പ്രസക്തമാണ്. പക്ഷേ എനിക്ക് പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിലെ വിധി എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ശരിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയേണ്ടത് എല്ലാ തിരഞ്ഞെടുപ്പ് വിധികളും രാഷ്ട്രീയമായ സത്യമായിരിക്കാം, പക്ഷേ അത് രാഷ്ട്രീയമായി ശരിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഇത് രാഷ്ട്രീയമായി ശരിയായിരിക്കണമെന്ന് നിങ്ങൾ വാശി പിടിച്ചാൽ ആസാമിൽ സംഭവിച്ചത് ശരിയാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. വെസ്റ്റ് ബംഗാളിൽ സംഭവിച്ചതും ശരിയാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും. പുതുച്ചേരിയിൽ സംഭവിക്കുന്നതും, എന്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതും ശരിയാണെന്ന് പറയേണ്ടി വരും. ചാത്തന്നൂരിലും നേമത്തും കഴക്കൂട്ടത്തും സംഭവിച്ചതും ശരിയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പ് വിധികളും രാഷ്ട്രീയമായ ശരികളല്ല, പക്ഷേ രാഷ്ട്രീയമായ സത്യങ്ങളാവാം. കാര്യം ലിബറൽ ജനാധിപത്യത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഗുഡ് ഗവേണൻസ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് വോട്ട് സമാഹരിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ ഒരിക്കലും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരില്ലായിരുന്നു എന്ന് ഓർമ്മിക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഫ്രാൻസിലും യൂറോപ്പിലും ഈ വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിൽ വരില്ലായിരുന്നു എന്ന് ഓർമ്മിക്കണം. അതൊരു രാഷ്ട്രീയ ശരിയല്ല യഥാർത്ഥത്തിലുള്ള വിധി എന്ന് പറയുന്നത്, പക്ഷേ രാഷ്ട്രീയ സത്യമാണ്. അതിനെ ഓരോ പൗരനെന്ന നിലയിലും മാനിക്കേണ്ടതായ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായി പരാജയപ്പെട്ട പ്രധാനപ്പെട്ട നേതാവിൻ്റെ പേര് ഡോക്ടർ BR അംബേദ്കർ എന്നാണ്. എവിടെയാണ് പരാജയപ്പെട്ടത്? മുംബൈ നോർത്തിലാണ്. എന്നാ പരാജയപ്പെട്ടത്? 1952 ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിലാണ് പരാജയപ്പെടുന്നത്. രണ്ടാമത്തെ തവണയും പരാജയപ്പെട്ട നേതാവിൻ്റെ പേര് BR അംബേദ്കർ എന്നാണ്. 54 ഭണ്ഡാര എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. അത് രാഷ്ട്രീയമായി ശരിയായിരുന്നോ? അംബേദ്കറിനെ പോലെ ഭരണഘടനയുടെ രൂപം തന്നെ തയ്യാറാക്കിയ ഒരു മനുഷ്യനെ പരാജയപ്പെടുത്തിയ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യൻ ജനാധിപത്യം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പുകളും വിധികളും രാഷ്ട്രീയമായി ശരിയാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയാണെങ്കിൽ 1957 ശേഷം എന്താണ് ഇടതുമുന്നണിക്ക് സംഭവിച്ചതെന്ന് അറിയാമല്ലോ. സദ്ഭരണം കൊണ്ട്, ഒരു ഗുഡ് ഗവേണൻസ് കൊണ്ട് വോട്ട് സമാഹരിക്കാമായിരുന്നെങ്കിൽ EMS തുടർച്ചയായി വീണ്ടും അധികാരത്തിലിരിക്കുമായിരുന്നു. ഏറ്റവും മികച്ച സർക്കാർ എന്ന് ഇപ്പോഴും ഇടതു സർക്കാരിനെ കുറിച്ച് 1957 സർക്കാരിനെ കുറിച്ച് പറയുന്നു. മാത്രവുമല്ല 1977 വിജയം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും മികച്ച ഗുഡ് ഗവേണൻസ് വോട്ട് കൊണ്ടുവരുന്നില്ലെന്ന് മാത്രവുമല്ല, ഒരു അടിയന്തരാവസ്ഥയുടെ കാലം നിങ്ങൾക്ക് വോട്ട് കൊണ്ടുവരികയും ചെയ്ത ചരിത്രം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. ഇതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ച് ഈ ഗുഡ് ഗവേണൻസ് നടത്തി ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഇതിൽ മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അതുകൂടി സൂക്ഷ്മമായി വിലയിരുത്തിയെങ്കിൽ മാത്രമേ ഈ തിരഞ്ഞെടുപ്പിനെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ്, അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിൽ പറയുന്നൊരു വാചകമുണ്ട്, ഇത് പ്രതിച്ഛായകൾ തമ്മിലാണ് മത്സരം തിരഞ്ഞെടുപ്പിൽ എന്ന് പറയാറുണ്ട്. പ്രതിച്ഛായകൾ തമ്മിലാണ് മത്സരം എന്ന് പറയാറുണ്ട്. ഞാൻ ഇപ്പോഴും കരുതുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തേക്കാൾ മികച്ച രീതിയിൽ ഡെലിവറി നടത്തിയൊരു സർക്കാരായിരുന്നു രണ്ടാം പിണറായി സർക്കാർ. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അത്ര മെച്ചമായിരുന്നില്ല എന്നുള്ള വസ്തുതയും ഞാൻ അംഗീകരിക്കുന്നു. അതെങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്തത്? എനിക്കിപ്പോഴൊരു സംശയം. നേരത്തെ സ്മൃതി പറഞ്ഞൊരു പോയിന്റ് ശരിയാണ് എന്ന് ഞാനിപ്പോൾ സമ്മതിക്കും. കാരണം കോവിഡ് കാലം ഒരു എക്സെപ്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. അന്ന് 2021 കോവിഡ് ഇല്ലായിരുന്നു എന്ന് കരുതുക. ആ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ മികച്ച ഭരണം കാഴ്ചവെച്ചു എന്ന് പറയുന്ന പിണറായി സർക്കാർ ഒരുപക്ഷെ തുടരുമായിരുന്നോ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കാരണം ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയത്തിൽ ജനങ്ങളുടെ ഒപ്പം സാധാരണ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അടക്കം വെള്ളം കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സ് തൊട്ടുവരുന്ന ഒരു കമ്പാഷനേറ്റായ ഒരു ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ഒരു കെയർ ചെയ്യുന്ന ക്രൈസിസ് മാനേജറായ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഒരു പ്രതിച്ഛായ നിർമ്മാണം അറിഞ്ഞോ അറിയാതെയോ അന്ന് അതുവഴി നടന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. മുഖ്യമന്ത്രിയുടെ തുടർച്ചയായിട്ടുള്ള മാധ്യമങ്ങളിലൂടെയുള്ള വാർത്താ സമ്മേളനങ്ങൾ അതിനുള്ളൊരു തെളിവായിരുന്നു. അന്ന് അങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. നോക്കൂ, അന്നതില്ലായിരുന്നെങ്കിലോ ഒരു പക്ഷേ മാറി മാറി വരുന്ന സർക്കാർ എന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അതേ പാരമ്പര്യം നമ്മൾ തുടരുമായിരുന്നു 2021. അന്നും ഒരു പക്ഷേ UDF അധികാരത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം അന്ന് എന്താ നമ്മൾ പറയുക, ഒന്നാം പിണറായി സർക്കാർ മോശമായിരുന്നു.
കോവിഡ്, പ്രളയം, ഈ രണ്ട് കാര്യങ്ങളിൽ ക്രൈസിസ് മാനേജ് ചെയ്ത പിണറായി വിജയനെയാണ് 2021 അധികാരമേൽപ്പിക്കുന്നത്. അതിനുശേഷം പിണറായി സർക്കാർ എന്താ കൊണ്ടുവന്നത്? സാധാരണ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മോശമായ രീതിയിലുള്ള ഗവേണൻസ് നടത്തിയിട്ടുണ്ടോ? ഓരോ വകുപ്പുകളും നമ്മൾ പറഞ്ഞുള്ളൂ, ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല വിസ്താര ഭയം കാരണം. അതിലെല്ലാം തന്നെ ജനങ്ങളെ സംബന്ധിച്ച് വികസനത്തിൻ്റെ കാര്യത്തിൽ രണ്ട് തർക്കമില്ല, പെൻഷൻ്റെ കാര്യത്തിൽ രണ്ട് തർക്കമില്ല, ഡെലിവറി മെക്കാനിസത്തിൻ്റെ കാര്യത്തിൽ രണ്ട് തർക്കമില്ല, ഇതിലൊന്നും തന്നെ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു കാര്യം മിസ്സിംഗ് ആണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിന്ന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ ജനങ്ങളെ നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്രൈസിസ് മാനേജർ എന്ന് പറയുന്ന ഒന്നും, ആ ക്രൈസിസ് മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു ക്രൈസിസും യഥാർത്ഥത്തിൽ മിസ്സിംഗ് ആണ്. ആകെ ഉണ്ടായിരുന്ന ഒന്ന് വയനാടാണ്. വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് വീട് പുനർനിർമ്മിച്ചതിൻ്റെ പേരിലാണ്. പക്ഷേ അത് നടത്തിയപ്പോഴേക്കും ഏറ്റവും ഒടുവിൽ വീണ്ടും വിവാദങ്ങൾ കൂടി ചൂഴ്ന്നു വരുന്നൊരു സാഹചര്യം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കോവിഡ് കാലത്തിന് സമാനമായ രീതിയിലൊരു ക്രൈസിസ് മാനേജ്മെൻറ്റ് എക്സസൈസ് അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതതിൻ്റെ തുടർച്ചയാണ്. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു സൂപ്പർഫിഷ്യലായിട്ടുള്ള നിരീക്ഷണമായിട്ട് പ്രേക്ഷകർക്ക് തോന്നിയേക്കാം. കാര്യം ഇതൊക്കെ ഇനി ഓരോ മണ്ഡലങ്ങളെ തിരിച്ചും പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ഇത് സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് മാത്രമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധം എന്നെ അത്ഭുതമുണ്ട്. കോങ്ങാട് കെ.എ. തുളസി വിജയിച്ചു. ആരാണ് കെ.എ. തുളസി? വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ ഭാര്യയല്ലേ? പി.കെ. ശ്യാമള വി.കെ. ശ്രീകണ്ഠൻ്റെ ഭാര്യയല്ലേ? അവിടെ പി.കെ. ശ്യാമള പരാജയപ്പെടുന്ന സമയത്ത് അത് പി.കെ. ശ്യാമളയെ നിർത്തിയത് ഈ എം.വി. ഗോവിന്ദ മാഷിൻ്റെ ഭാര്യ എന്ന നിലയിൽ തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിനത് ബാധകമാകാത്തത്? എന്തുകൊണ്ടാണ്? കാര്യം അവിടെ പി.കെ. ശ്യാമളയ്ക്ക് ഒരു രാഷ്ട്രീയ അസ്തിത്വമുണ്ടെന്ന് എന്താണ് നമ്മൾ അംഗീകരിക്കാത്തത്? അത് നമ്മൾ കൊടുക്കുന്നൊരു പ്രിവിലേജാണ്. ആ പ്രിവിലേജിനെയാണ് എനിക്ക് വിമർശനത്തോട് കാണേണ്ടത്. അങ്ങനെയുമ്പോൾ ആ മണ്ഡലം കൊടുക്കുന്നു എന്നിടത്താണ് വിമർശനം. ആ മണ്ഡലം മാത്രമല്ലോ, തളിപ്പറമ്പല്ല മറ്റൊരു കൊടുത്തിരുന്നെങ്കിലോ ഇതേ വിമർശനം നിങ്ങൾ ഉന്നയിക്കുമായിരുന്നു. കൂടുതൽ സേഫ് ആയിട്ടുള്ള മണ്ഡലമാണ് പി.കെ. ശ്യാമളയ്ക്ക് കൊടുത്തത്. അതൊരേ സമയം കെ.എ. തുളസിയുടെ കാര്യത്തിൽ നമ്മൾ ഉന്നയിക്കില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. അതൊരു ഇരട്ടത്താപ്പല്ലേ? ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചെന്നുള്ളൂ. പക്ഷേ പ്രശ്നം എന്താ? അത് ഇടതുപക്ഷം ചെയ്യുന്ന സമയത്ത് കൂടുതൽ സൂക്ഷ്മമായി ഓഡിറ്റിങ്ങിന് നമ്മൾ വിധേയമാക്കും. സാധാരണ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്ന അതാണ്. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ അതാണ്. അത് കോൺഗ്രസിന്റെ കാര്യത്തിൽ ടേക്കൺ ഫോർ ഗ്രാൻഡ്. അവിടെ മക്കൾ രാഷ്ട്രീയമാണെങ്കിൽ ഇപ്പോൾ മുരളീധരന്റെ കാലത്ത് കെ കരുണാകരൻ, മുരളീധരൻ എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ ഒന്നും കോൺഗ്രസ് ആ രീതിയിൽ വലിയ രീതിയിലൊന്നും ഉള്ളിലൊക്കെ പറഞ്ഞെങ്കിലും അതിനൊരു വലിയ പാപമായിട്ടൊന്നും കണ്ടിട്ടില്ല. ആ സമയത്ത് മക്കൾ രാഷ്ട്രീയമില്ലാതെ ഇന്ത്യയിൽ എവിടെയാണ് കോൺഗ്രസ് ഉണ്ടാവുക? കോൺഗ്രസിൻ്റെ തന്നെ ബേസിക് ആയിട്ടുള്ള രാഷ്ട്രീയം നിൽക്കുന്ന ഡൈനാസ്റ്റി പൊളിറ്റിക്സിലാണെന്നുള്ളതല്ലേ മോദിയുടെ വിമർശനം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നോക്കൂ, ഇത് CPM സംഭവിക്കുന്ന സമയത്ത് ഒരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നമുണ്ട്. കാര്യം കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും നമ്മൾ പറയുന്നത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ LDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയോ പരാജയപ്പെടുത്താൻ വേണ്ടിയോ ആണ് ആളുകൾ വോട്ട് ചെയ്യുക എന്നാണ് പറയുക. UDF നിന്ന് ഒരു മികച്ച ഗവേണൻസ് പ്രതീക്ഷിച്ച് വോട്ട് ചെയ്യുന്നു എന്നല്ല, പലപ്പോഴും LDFനെ പരാജയപ്പെടുത്തുമ്പോഴാണ് UDF വിജയിക്കുക എന്നതാണ് പറയാറുള്ളത്. തിരിച്ചാണ്. ഇനി UDFന്റെ ഭരണം മോശമായതുകൊണ്ടല്ല, LDFനെ വിജയിപ്പിക്കണം എന്ന് തോന്നുന്ന ഘട്ടത്തിൽ LDFനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് പൊതുവെ പറയാറുള്ളത്. അവിടെ സൂക്ഷ്മമായ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വിധേയമാവുന്നത് ഇടതുമുന്നണിയാണ് എന്ന വസ്തുത പാർട്ടി നേതൃത്വം എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. 2 എക്സാമ്പിൾ പറയാം. ഒന്ന്, നേരത്തെ PMCയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിച്ഛായ നിർമ്മിതിയോടൊപ്പം തന്നെ ഇടതുമുന്നണി ദയനീയമായി പരാജയപ്പെട്ടു പോയ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ UDF തുടങ്ങിയ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇലക്ഷൻ ക്യാമ്പയിനെ പ്രതിരോധിക്കാൻ പാർട്ടിക്കോ പാർട്ടി സംവിധാനത്തിനോ കഴിയാതെ പോയി. തുടക്കത്തിൽ ഏറ്റവും അവസാനമാണ് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആവുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുണ്ട കാലത്തെക്കുറിച്ചുള്ള പരസ്യം വരുന്നത് അതിന് തൊട്ട് മുമ്പുള്ള സമയം. പക്ഷേ അതുവരെയും നിയമസഭയ്ക്കുള്ളിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മാധ്യമങ്ങൾ ഈ സംപ്രേഷണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കോൺഗ്രസ് നേതാക്കൾ രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിൽ വന്ന് നമുക്ക് ബൈറ്റ് തരും. അതിലൊന്നുകിൽ രമേശ് ചെന്നിത്തല ഉണ്ടാവും, ഇല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, ഇല്ലെങ്കിൽ KC വേണുഗോപാൽ ഉണ്ടാവും. കഴിഞ്ഞ 3.5-4 മാസമായി കൃത്യമായി രാവിലെ പുലർച്ചെ ഈ ക്ലിക്ക് ബൈറ്റുകൾ നിശ്ചയിക്കുന്ന രീതിയിൽ മുരളീധരനിൽ തുടങ്ങി. മുരളീധരനിൽ വരും. നമ്മൾ മോർണിംഗ് ഷോ അവതരിപ്പിക്കുന്നത് കൃത്യമായിട്ട് അറിയാം. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വരും. അതിനുശേഷം KC വേണുഗോപാൽ വരും. ഇവർ 4 പേരും വന്നു കഴിഞ്ഞാലും ഒരു ഇടതുമുന്നണിയുടെ സ്ഥാനത്ത് നിന്ന് ഒരു നേതാവും വന്ന് പ്രതികരണം നടത്തൂല കേട്ടോ. അവിടെ ആകെ പ്രതികരണം നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ ശിവൻകുട്ടി മിനിസ്റ്റർ മാത്രമാണ്. ശിവൻകുട്ടി മിനിസ്റ്ററാണ്. AK ബാലൻ ചില പ്രസ്താവനകൾ നടത്തി കുഴപ്പത്തിലായിട്ടുണ്ട്. ശിവൻകുട്ടി മിനിസ്റ്ററാണ് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുക ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് വന്ന്. ഇത് ഒരു വലിയ രീതിയിൽ ആ പ്രചരണത്തെ തടയാൻ വളരെ വല്ലാതെ വൈകിട്ടുണ്ട്. അല്ലല്ല, ഒരു കാരണമാണ്. നോക്കൂ, പല ലെയറുകളുടെ
ലെയറുകളുണ്ട് ഈ പരാജയം. അതിലൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ എങ്ങനെയാണ് UDF ഈ ഇലക്ഷൻ ക്യാമ്പയിനെ സംയോജിപ്പിച്ചത്? ആശാവർക്കർമാരുടെ സമരം മുതൽ തുടങ്ങിയതല്ലേ? ആ സമയത്ത് എങ്ങനെയാണ് അതിനെ CPM നേരിട്ടത്? CPM അതിനെ വളരെ പൊളിറ്റിക്കലായ യാന്ത്രികമായ വിശദീകരണങ്ങൾ നൽകി. പക്ഷേ രാഷ്ട്രീയമായ വിശദീകരണങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളെ ബോധിപ്പിക്കുന്ന തരത്തിൽ ഇത് മാനേജ് ചെയ്യുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നത് പരിശോധിക്കേണ്ടത്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അവിടെ മുതലല്ല, PMCയുടെ കാര്യത്തിൽ, PMC പദ്ധതിയുടെ കാര്യത്തിൽ സാങ്കേതികമായി ന്യായം പറയുമ്പോഴും അതുണ്ടാക്കുന്ന ആഘാതം എന്താണ്? മറുഭാഗത്ത് ന്യൂനപക്ഷ വോട്ടുകൾ 2021 നഷ്ടപ്പെട്ടു പോയത് തിരിച്ചുപിടിക്കാൻ വളരെ കൃത്യമായി സ്ട്രാറ്റജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന UDFിന്റെ കയ്യിലേക്ക് ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങളെ കൊണ്ട് കൊടുത്തു. ആരെ? മുസ്ലിം ന്യൂനപക്ഷത്തെ കൊണ്ട് കൊടുത്തു. അവിടെ അതിനോടൊപ്പം ഏതൊക്കെ ടൂളുകൾ വന്നു? വെള്ളാപ്പള്ളി ഉപയോഗിച്ചു, മലപ്പുറം പരാമർശം ഉപയോഗിച്ചു, അതിനോടൊപ്പം PMC വരുന്നു, അതിനോടൊപ്പം ഈ പറയുന്ന ലേബർ കോഡ് വരുന്നു, തൃശ്ശൂർ പൂരം വരുന്നു. 5-6 ഫാക്ടറുകൾ വളരെ കൃത്യമായി മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊണ്ടുവരാൻ UDFിന് അവസരമൊരുക്കി കൊടുത്തു. ഈ എല്ലാ കാര്യങ്ങളെയും സാങ്കേതികമായിട്ടാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത്. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് എ ഫോർത്ത് പോയിന്റ്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു ബൈറ്റ് പോലും വരാത്ത ദിവസങ്ങളുണ്ട്. ഒരു ബൈറ്റ് പോലും വരാത്ത കാര്യമുണ്ട്. ലാസ്റ്റ് പോയിന്റ്, ഇനി പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ, തളിപ്പറമ്പിന്റെ കാര്യത്തിലും പയ്യന്നൂരിന്റെ കാര്യത്തിലുമൊക്കെ പാർട്ടി കോട്ടകൾ ഇളകാൻ കാര്യം പാർട്ടി വോട്ടുകളാണ് കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ വിമതരിലേക്ക് പോയിരിക്കുന്നത്, അമ്പലപ്പുഴയിൽ പോയിരിക്കുന്നത്. ഈ പാർട്ടി വോട്ടുകൾ പോകാനുള്ള കാര്യം എന്താ? പാർട്ടി ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു തീരുമാനമെടുത്തു. പാർട്ടിയിൽ നിന്ന് ഗവൺമെന്റുമായിട്ടുള്ള ഇടപെടലുകളുടെ കാര്യത്തിൽ ഒരു ബൈഫർക്കേഷൻ അവിടെ ഉണ്ടായി. എങ്ങനെയാ? ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായ അപകടകരമായ ഒരു പ്രശ്നമുണ്ട്. പാർട്ടി നേതാക്കൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ, അത് ജനപ്രതിനിധികൾക്ക് പോയിട്ട് അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി പാർട്ടി ഗവൺമെന്റ് എന്നുള്ളത് 2 തട്ടിലായിട്ട് മാറുകയും പാർട്ടി ഗവൺമെന്റിനെ ന്യായീകരിക്കുന്ന മെഷീനറി ആയിട്ട് മാറുകയും ചെയ്തു എന്നുള്ളൊരു വലിയ അഭിപ്രായം പാർട്ടിയുടെ അണികൾക്കും നേതാക്കൾക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും രണ്ടായി തന്നെ നിൽക്കണമെന്നും അങ്ങനെ പാർട്ടിയാണ് പ്രധാനപ്പെട്ടതെന്നും പ്രേക്ഷകർക്ക് നിങ്ങൾക്കറിയാം. 1937 മുതൽ 1937 മുതൽ ഈ പാർട്ടി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടം, ഈ സ്വതന്ത്രമാവുന്നത് വരെയുള്ള കാലഘട്ടം ഈ പാർട്ടി അഭിമുഖീകരിച്ചത് പാർട്ടി സംഘടനാപരമായിട്ടുള്ള വെല്ലുവിളികളാണ്. അതിനെ നേരിട്ടാണ്. ആരും തെരഞ്ഞെടുപ്പ് അധികാര രാഷ്ട്രീയത്തിൽ ശീതളമേലൊന്നും ആയിരുന്നില്ലല്ലോ. 1957 മുതൽ 1987 വരെയുള്ള 30 വർഷക്കാലം ഈ പാർട്ടി ഭരിച്ചത് എത്ര വർഷമാണെന്നറിയാമോ? കേവലം 6 വർഷമാണ്. 6 വർഷമേ പാർട്ടി അധികാരത്തിലുണ്ടായിരുന്നുള്ളൂ. 24 വർഷവും സംഘടനാ പ്രവർത്തനം നടത്തിയാണ് പാർട്ടിയെ ഉത്തേജിപ്പിച്ചത്. അതിനുശേഷമുള്ള 30 വർഷമോ 87 മുതൽ 38 വർഷമോ 87 മുതൽ 2026 വരെയുള്ള 38 വർഷം 24 വർഷം പാർട്ടി അധികാരത്തിലുണ്ടായിരുന്നു. പക്ഷേ തുടർച്ചയായിട്ടുള്ള അധികാരം ദുഷിപ്പിക്കുമെന്ന് ലോർഡ് ആക്ടൺ പറഞ്ഞതുപോലെ അത് പാർട്ടി ഈ ഗവൺമെന്റിനെ ഓഡിറ്റ് ചെയ്യുന്ന മെക്കാനിസം എന്നതിൽ നിന്ന് മാറി ഗവൺമെന്റിന്റെ ഏത് തെറ്റുകൾ കണ്ടാലും ആദ്യം വന്ന് ഗവൺമെന്റിനെ ന്യായീകരിക്കുന്ന സംവിധാനമായിട്ട് മാറുന്നു എന്നുള്ളത് പാർട്ടി അണികൾക്കിടയിൽ തന്നെയുള്ള വിമർശനമാണ്. ഇത് യഥാർത്ഥത്തിൽ തിരിച്ചടിച്ചു എന്ന മട്ടിലുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത് പോലെ ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണനെ പോലുള്ള ഒരു നേതാവ് ഉയർത്തുന്ന പ്രശ്നം പാർട്ടിക്കറിയാം, അതൊരു പ്രശ്നമാണ്. ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. ഇതാണ്. അപ്പോൾ ഇനി ടു സം അപ്പ്, ഈ പരാജയം കൊണ്ട് പാർട്ടി അവസാനിച്ചു പോകുന്നൊന്നുമില്ല. കാര്യം ഇത് ചരിത്രത്തിലെ CPMന്റെ ഏറ്റവും വലിയ പരാജയമാണെന്ന് ഞാൻ കണക്കാക്കുന്നുമില്ല. 2001 കണക്കെടുത്ത് നോക്കൂ. അന്ന് 24 സീറ്റുകളെ CPMന് 24 സീറ്റുകളെ CPMന് ഉണ്ടായിരുന്നുള്ളൂ. 74 സീറ്റിൽ മത്സരിച്ച് ഇപ്പോൾ 77 സീറ്റിൽ മത്സരിച്ച് 26 സീറ്റുകളിലേക്ക് CPM ഉണ്ട്. 2001 നേരിയ തോതിലുള്ള ഒരു മാറ്റം. 2001 സമാനമായ ഒരു പരാജയമേ ഉണ്ടായിട്ടുള്ളൂ. 5 വർഷം കഴിഞ്ഞ് 2006 CPM തിരിച്ചു വന്നില്ലേ? VSന്റെ കാലത്ത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. VSന്റെ കാലത്ത് ഈ പ്രതിച്ഛായ നിർമ്മിതി ഉണ്ടായിരുന്നില്ലേ എന്ന് ചിലരെങ്കിലും ചോദിക്കും. പക്ഷേ അതിന് കുറച്ചുകൂടി ആഴത്തിൽ തൊടുന്ന തരത്തിലുള്ള ഒരു നേതൃത്വവും ആഴത്തിൽ തൊടുന്ന ആശയപരമായ ഒരു ബലവും ചില ഘട്ടങ്ങളിലെങ്കിലും ഉണ്ടായിരുന്നു. അവിടെ മതികെട്ടാൻ മലയിലേക്ക് കയറിപ്പോകുമ്പോൾ, പരിസ്ഥിതി വിഷയത്തിൽ ഇടപെടുമ്പോൾ, സ്ത്രീ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഒക്കെ അതിനുണ്ടായിരുന്ന മാനവികമായൊരു മുഖം നഷ്ടപ്പെട്ടു പോവുകയും യാന്ത്രികവൽക്കരിക്കപ്പെടുന്ന ഒരു മെഷീനറിയായിട്ട് പാർട്ടി മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ മതിയാകാതെ വരും പാർട്ടിയെ സംരക്ഷിച്ചു നിർത്താൻ. പക്ഷേ ഈ പാർട്ടിയുടേത് അധികാരത്തിലിരുന്ന് ശീതളിമയിൽ മാത്രം വളർന്നൊരു സംഘടനാ രീതിയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 1957 മുതൽ 87 വരെ 30 വർഷക്കാലം കേവലം 6 വർഷം മാത്രം അധികാരത്തിലിരിക്കുകയും 24 വർഷം അധികാരത്തിന് പുറത്തിരിക്കുകയും അടിയന്തരാവസ്ഥ കാലത്ത് വേട്ടയാടപ്പെടുകയും ചെയ്തൊരു പാർട്ടിക്ക് ഇതൊരു വലിയ വെല്ലുവിളിയേ അല്ല എന്നുള്ളതാണ്. ഇതിനെ മറികടന്ന് പാർട്ടിക്ക് വരാനുള്ള കാലമുണ്ട്, സമയമുണ്ട്, സംഘടനാ ശേഷിയുണ്ട്, പ്രവർത്തകർ പാർട്ടി ലോയലായിട്ടുള്ള മനുഷ്യരുണ്ട്. ആ പാർട്ടിയിലെ നേതാക്കളും അണികളും തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്നതാണ് എൻ്റെ വിശ്വാസം. ഒറ്റ കാര്യം ഞാൻ ഒരു വിയോജിച്ചോട്ടെ. അങ്ങ് ഇപ്പോൾ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം,
പി.കെ. ശ്യാമള മത്സരിക്കുമ്പോൾ കുറ്റപ്പെടുത്തുന്നു. അവിടുത്തെ കെ തുളസി മത്സരിച്ചിട്ടുണ്ട്. കെ തുളസി മത്സരിച്ചിരിക്കുന്നത് LDFന് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള LDFന്റെ കോട്ടക്കൊത്രമായ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് മത്സരിച്ചിരിക്കുന്നത്. ഇവിടെ പി.കെ. ശ്യാമളയെ ഇരിക്കൂറിലോ പേരാവൂരിലോ ഒക്കെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ഒരു മത്സരം ആവുകയില്ല. ഇത് അല്ലല്ല എനിക്ക് ശേഷം ഭാര്യ എന്ന തീരുമാനവും നല്ല സേഫായ ഇടത്ത് ഭാര്യയ്ക്ക് കൊടുക്കുകയും സീറ്റ് പിടിക്കാനായ കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ കെ ശൈലജയെ എടുത്ത് പേരാവൂരിലിടുകയൊക്കെ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് സ്വജനപക്ഷപാതമാണ് എന്ന വിലയിരുത്തൽ അങ്ങ് നടത്തിയ താരതമ്യം ശരിയല്ല. കെ തുളസി വിജയിച്ചോ? പരാജയപ്പെട്ടില്ലല്ലോ. ജയിച്ചത് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ജയിച്ചു. എങ്ങനെയാ ഫൈറ്റ് ചെയ്തു? 25,000 വേവ് വരുന്ന വെച്ചിട്ടാണ് ഒരാൾ നിൽക്കുന്നത്. ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. 3,000 വോട്ടിനല്ലേ നോക്കൂ, 25,000 അദ്ദേഹം പറഞ്ഞ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം LDFനുള്ള ഒരു മണ്ഡലത്തിൽ ഫൈറ്റ് ചെയ്ത് മത്സരിക്കുന്നതും ഇല്ലാത്തൊരു കാര്യം എന്താണെന്നറിയാമോ? കെ തുളസി ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയല്ല. അവര് ചേലക്കരയിൽ നിന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, ചേലക്കരയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. അന്ന് വി കെ ശ്രീകണ്ഠൻ MP അല്ല. അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വി കെ ശ്രീകണ്ഠനേക്കാൾ സീനിയറാണ് കെ തുളസി. ശ്യാമളയുടെ കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ഡോക്ടർ അരുൺകുമാർ, കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്, അല്ല അങ്ങനെ ഞാൻ പറയട്ടെ, അതിനുശേഷം അങ്ങ് പറഞ്ഞോളൂ. അല്ലാതെ അങ്ങേക്ക് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുമോ? ഇപ്പൊ 2016 അവിടെ ചേലക്കരയിൽ കെ തുളസി നിൽക്കുമ്പോൾ വി കെ ശ്രീകണ്ഠൻ MP അല്ല. വി കെ ശ്രീകണ്ഠൻ 2019 MP ആവുന്നു. ഇവിടെ ചർച്ചയിലുണ്ടായ ഒരു കാര്യം എന്താണെന്നറിയാമോ? കെ തുളസി അപ്പുറത്ത് പോയി നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അപ്പാടെ കെ തുളസിക്ക് വേണ്ടി പോകും, കാരണം വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ ആയതുകൊണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടായത് എന്താണ്? തളിപ്പറമ്പിൽ ഉണ്ടായത് എന്താണ്? തളിപ്പറമ്പിൽ കോൺഗ്രസിന്റെ ഇതുപോലെയല്ല, തളിപ്പറമ്പിൽ പാർട്ടി ഘടകങ്ങളിൽ നിന്നാണ് ആ വിമർശനം ഉയർന്നു വന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പി.കെ. ശ്യാമള എങ്ങനെയാണ് MV ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയായതിനു ശേഷമാണോ പാർട്ടി പ്രവർത്തനം നടത്തുന്നത്? പാർട്ടി പ്രവർത്തനത്തിന്റെ കാര്യമല്ല, നമ്മളെ തളിപ്പറമ്പിൽ തന്നെ മത്സരിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇരിക്കൂറിലെ പേരാവൂരിൽ ഫൈറ്റ് ഇല്ലാതെ ആർക്കാണ് എതിർപ്പ്? നിങ്ങളുടെ ആഖ്യാനത്തിലേക്ക് അത് കൊണ്ടുവരിക. ശ്യാമളയുടെ രാഷ്ട്രീയത്തെ ഇവിടെ ആരും റദ്ദാക്കിയിട്ടില്ല. അങ്ങ് കെ എ തുളസിയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. അവർക്ക് പ്രിവിലേജ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കെ തുളസി ഇതിനു മുൻപ് ചേലക്കരയിൽ LDFന്റെ കോട്ടയിൽ പോയി നിന്ന് പരാജയപ്പെട്ടു. ഇപ്പോഴും LDFന്റെ കോട്ടയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് വിജയിച്ചിരിക്കുന്നു. വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ എന്ന നിലയ്ക്കല്ല, വി കെ ശ്രീകണ്ഠൻ പാർലമെന്ററി രാഷ്ട്രീയത്തിന് ഇറങ്ങുന്നതിന് 3 വർഷം മുമ്പാണ് അവർ ഈ മത്സരത്തിന് ഇറങ്ങിയത്. ആയിക്കോട്ടെ, പക്ഷേ അവിടെയും പി.കെ. ശ്യാമളയുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ അവരന്ന് പോയപ്പോൾ പറഞ്ഞ മനസ്സിലായില്ലേ? ഞാനൊരു വാക്ക് പറഞ്ഞില്ല. MV ഗോവിന്ദൻ ഇറങ്ങിയ ശേഷം ഭാര്യ അവിടേക്ക് വരുന്നത് മാത്രമേ ചോദിച്ചുള്ളൂ. അല്ലാതെ അങ്ങനെ വ്യാഖ്യാനിക്കുക. മുമ്പല്ലേ പി.കെ. ശ്യാമള ആന്തൂരിന്റെ നഗരസഭയിൽ മത്സരിക്കുന്നത്? ഞാൻ പറഞ്ഞത് പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ കാര്യമാണ്. നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ ആയതുകൊണ്ടോ വി കെ ശ്രീകണ്ഠന്റെ സംവിധാനം കണ്ടിട്ടോ അല്ല എന്നുള്ളതാണ്. അവിടെ അവര് മത്സരിക്കുന്നതുകൊണ്ട് പാലക്കാട് ജയിക്കില്ല. പാലക്കാട് ജയിക്കില്ല, കാരണം വി കെ ശ്രീകണ്ഠന്റെ സംവിധാനം അപ്പുറത്ത് പോയി നടക്കുമായിരുന്നു. അല്ല മാധു, ഒരു സ്ത്രീ രാഷ്ട്രീയത്തെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ ഒരു പാർട്ടിയുടെ ഭാഗമാകുന്നത് കൊണ്ട് ഒരാൾക്കൊരു പ്രിവിലേജും ഒരു പാർട്ടിയുടെ ഭാഗമാകുന്നത് കൊണ്ട് മറ്റുള്ള കുറ്റപ്പെടുത്താനും പാടില്ല. തളിപ്പറമ്പ് എന്ന മുയലിന്റെ 3 കൊമ്പ് എന്ന നയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു ശക്തമായ മത്സരം നടന്ന് ഒരു 103 സീറ്റിലേക്ക് വന്നു എന്ന് നിങ്ങൾ കാണരുത്. ഇതിന് പല മാനങ്ങളുണ്ട്. ഈ 103 സീറ്റിലേക്ക് UDF അധികാരത്തിൽ പല മാനങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന തളിപ്പറമ്പിലായാലും, നിങ്ങൾ ഈ പറയുന്ന പയ്യന്നൂരിലായാലും, നിങ്ങൾ ഈ പറയുന്ന അമ്പലപ്പുഴയിലായാലെല്ലാം, അതുപോലെ തന്നെ ധർമ്മടത്ത് പിണറായി വിജയൻ 50,000 വോട്ടിൽ നിന്നും 6 റൗണ്ട് എണ്ണുന്നത് വരെ പിന്നിൽ നിന്നതിനെല്ലാം പല മാനങ്ങളുണ്ട്. ആ പാനത്തിലൊരു സുനാമി ആയിട്ടാണ് ജയിച്ചു കയറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കോട്ടകളിലെല്ലാം 3,000-2,000 വോട്ടുകൾ UDF ജയിച്ചു കയറിയിട്ടുള്ളത്. അതിന് ആ അർത്ഥത്തിൽ തന്നെയാണ് 10-80 സീറ്റിൽ സീറ്റിൽ ജയിച്ചു കയറുന്നത് പോലെ 103 സീറ്റിൽ കാണാൻ കഴിയത്തില്ല. അപ്പോൾ അതിനെ നിങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ കാണണം. അപ്പോൾ അതിന് അതല്ലേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. 103 സീറ്റ് UDF അധികാരത്തിൽ വന്നത് ശരിയാണ്. പക്ഷേ അതിന് പല കാരണങ്ങളാണ്. ഈ കാരണങ്ങൾ മാത്രം അരുൺ സാർ നേരത്തെ പറഞ്ഞ ഒറ്റ കാര്യം, ഈ പ്രതീതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം സാർ അരുൺ സാർ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ചർച്ച നടത്തുന്ന സമയത്ത്, കേരളത്തിലെ പ്രൈം ടൈമിലാണല്ലോ 7 മണിക്കും 8 മണിക്കും ചർച്ച നടത്തുന്നത്. 7 മണിക്കും 8 മണിക്കും ചർച്ച നടത്തുന്ന സമയത്ത് CPMന്റെ CPMന്റെ ആൾക്കാർ വന്ന് ഗസ്റ്റായിരിക്കുന്ന സമയത്ത് ആദ്യം തുടങ്ങി, പണ്ട് കാലം തുടങ്ങി 2011 UDFന്റെ ഉമ്മൻചാണ്ടി അധികാരത്തിൻ്റെ സമയത്ത് അത് കഴിഞ്ഞ് 2016 അധികാരത്തിൽ വന്ന് കേരളത്തിലെ മന്ത്രിമാരായ എല്ലാവരും തന്നെ
ചർച്ചയുടെ മുഖങ്ങളായിരുന്നു അല്ലേ? VS സുനിൽകുമാർ തുടങ്ങി ആന്റണി രാജു തുടങ്ങി എല്ലാവരും ആരായിരുന്നു? ഈ ചർച്ചയുടെ മുഖങ്ങളായിരുന്നു. അങ്ങനെ വലിയൊരു ടീം ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 5 വർഷം ഉണ്ടല്ലോ, ചർച്ചയ്ക്ക് പോലും മര്യാദയ്ക്ക് CPM എന്ന ഒരാളെ കിട്ടിയില്ല. പ്രധാനപ്പെട്ട ചർച്ചാ മുഖങ്ങളെല്ലാം ഒഴിവാക്കുകയാണ്. അതിനില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് പറയുന്നത്? അതിന് നിങ്ങൾ ആ ഉത്തരമാണ് ചോദിക്കുന്നത്, ഈ ഉത്തരത്തിന് മറുപടി പറയേണ്ടി വരും, ആ ഉത്തരത്തിന് മറുപടി പറയേണ്ടി വരും എന്നെല്ലാം പറഞ്ഞു വെക്കുകയാണ്. ഇതെന്താണ് നിങ്ങൾ ചെയ്യുന്നത്? സർക്കാരിൻ്റെ ഭാഗമാണ്. നിങ്ങളെല്ലാം മറുപടി പറഞ്ഞേ പോകാൻ കഴിയുമെന്നുള്ളതാണ്. Meet the editors.